അടുത്ത വീഡിയോയിൽ നമുക്കത് ഫിക്സ് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ. പക്ഷേ ആരെങ്കിലും ഒരാൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂളിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്താ ഇപ്പം ചെയ്യുക? ഓക്കെ. അപ്പം നമ്മൾ ഓക്കെ, ഇന്നലെ നിങ്ങളിത് ചെയ്തോന്ന് എനിക്കറിയത്തില്ല, എത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ മൊബൈലിനകത്ത് ഇങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകിൽ ഞാനിവിടെ ചെയ്തതെന്ന് വെച്ചാൽ പാഡിംഗ് ഒക്കെ കൊടുത്തു, ബാക്ക്ഗ്രൗണ്ടിലൊരു ഗ്രേഡിയൻറ്റ് കളർ കൊടുത്തു, ഫോൺ സൈസൊക്കെ കുറച്ചു, ബട്ടൻ്റെ ഫോൺ സൈസ് കുറച്ചു, അതിനുശേഷം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് വെച്ചു. ഓക്കെ. പക്ഷേ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ നമുക്കിവിടെ എടുക്കാനായിട്ട് പറ്റും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഈ ഹെഡറിന് നമ്മൾ എന്ത് കൊടുത്തു? ഈ ഹെഡറിന് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയൻറ്റ് കൊടുത്തില്ല. അതായത് ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബോട്ടത്തിലേക്ക് ഇങ്ങനെ വരുന്നത് പോലത്തെ ഒരു സംഭവം നമ്മൾ കൊടുത്തില്ലേ? ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ഹെഡറിന് നമ്മൾ എങ്ങനെയാണ് കൊടുത്തത്? ഡയറക്റ്റ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്നും പറഞ്ഞാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ഹെഡറിൻ്റെ കോഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലീനിയർ ഗ്രേഡിയൻ്റ് എന്നും പറഞ്ഞായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു അപ്രോച്ചിലല്ല നമ്മൾ കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ആഫ്റ്ററും ബിഫോറും വെച്ചിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ ഈ ലൈവിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഈ ആഫ്റ്ററും ബിഫോറും എത്ര പേർക്ക് അറിയാമെന്ന് പറയാൻ പറ്റുമോ? അറിയില്ല. ഒട്ടും അറിയത്തില്ല. ഓക്കെ. ഞാൻ നമ്മുടെ ഓക്കെ അത് കുഴപ്പമില്ല. അപ്പം നമുക്ക് ഞാനൊരു കുറേ പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി അതും പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ലൈവ് വന്നതുകൊണ്ടാണ് എൻ്റെ കുറേ വീഡിയോ പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ളത്. അപ്പം ലൈവും വീഡിയോയും കൂടെ മിക്സ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ട്. ഓക്കെ. അപ്പം നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. അത് വെച്ചിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുക കേട്ടോ. ഓക്കെ. ഇപ്പം നമുക്കൊരു പി ടാഗ് ഉണ്ടെന്നിരിക്കട്ടെ. ഓക്കെ. ആ പി ടാഗിനകത്ത് ഞാനൊരു ചുമ്മാ ഒരു ടെക്സ്റ്റ് കൊടുത്തു. ദിസ് ഈസ് പി ടാഗ് എന്നും പറഞ്ഞു കൊടുത്തു. ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്യാം. ഓക്കെ. ദിസ് ഈസ് പി ടാഗ് എന്നും പറഞ്ഞു കൊടുത്തു. ഇനി ഇപ്പം നമുക്കിവിടെ കാണാൻ പറ്റും ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ദിസ് ഈസ് പി ടാഗ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് ഈ പി ടാഗിന് മുൻപും പി ടാഗിന് ശേഷവും എനിക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്യണം. ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? അറിയാവോ? അപ്പോൾ ഇപ്പം നമുക്ക് പക്ഷെ നമ്മുടെ അടുത്ത് പറയുകയാണ്, നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് HTML ഇനി നമുക്ക് ടച്ച് ചെയ്യാൻ പാടില്ല. HTML നമ്മൾ തൊടാൻ പാടില്ല. പക്ഷേ എനിക്ക് ഈ പി ടാഗിന് മുമ്പും ശേഷവും എനിക്ക് ഒരു സാധനം ആഡ് ചെയ്യണം. അപ്പം നമുക്ക് നമ്മുടെ കയ്യിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. മാർഗ്ഗം ഇല്ലെന്നല്ല, നമ്മുടെ കയ്യിൽ വേറെ മാർഗ്ഗം ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. പക്ഷേ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല പറയുകയാണ്. നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് അതാണ്. അപ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ത്? സ്യൂഡോ എലമെൻ്റ്. അതായത് പിക്ക് ഏതെങ്കിലും എല്ലാ ടാഗിനും എന്തുണ്ട്? സ്യൂഡോ എലമെൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇമേജ് ടാഗിനും ബ്രേക്ക് ടാഗിനും ഒന്നും സ്യൂഡോ എലമെൻറ്റ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് സെൽഫ് ക്ലോസിങ് ടാഗാണ്. സെൽഫ് ക്ലോസിങ് ടാഗും ബാക്കിയുള്ള ടാഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇമേജ് ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇമേജ് ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല, അല്ലേ? അപ്പം ഇതുപോലെ തന്നെ മറ്റൊരു ടാഗാണ് ബ്രേക്ക് എന്ന് പറയുന്ന ടാഗ്. ബ്രേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുകയൊന്നുമില്ല. പിന്നെ ഈ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വ്യത്യാസം, ഈ ടാഗും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു ടാഗ് ഓപ്പൺ ചെയ്തിട്ട് എന്തിനാണ് ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് വരുന്നുണ്ടായിരിക്കും. ആ സെറ്റ് ഓഫ് ഇൻഫർമേഷൻസ് വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യണം? ആ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പക്ഷേ ഇമേജ് ടാഗിനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് ടാഗിൻ്റെ ഓപ്പണിങ്ങും ഇപ്പം സാധാരണ നമ്മൾ മറ്റുള്ള ടാഗ് എഴുതുന്നതിൻ്റെ കൂട്ട് നമ്മൾ ഇങ്ങനെയാണ് ഇമേജ് ടാഗ് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇമേജ് ടാഗിന് ഇവിടെ ആയിരിക്കണം നമ്മൾ എന്ത് എഴുതേണ്ടത്? കണ്ടൻറ്റ് പാസ് ചെയ്യേണ്ടത്. പക്ഷേ ഇമേജ് ടാഗിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവിടെ കണ്ടൻറ്റ് പാസ് ചെയ്യേണ്ടത് ഇമേജ് ടാഗിൻ്റെ
ആ ഫസ്റ്റ് ഓപ്പണിംഗ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഹലോ, നമ്മൾ ആഫ്റ്ററും ബിഫോറും പറയാണ്. ഓക്കെ, നമ്മൾ ആഫ്റ്ററും ബിഫോറും പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഒരു ടാഗ് ഓപ്പൺ ചെയ്യുന്ന എന്തിനാണ്? ഓക്കെ, ബിലാലിൻ്റെ വോയിസ് ആണ് എക്കോ എന്ന് കേട്ടോ. അപ്പോൾ ബിലാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിലാൽ ഒന്ന് മെസ്സേജ് അയക്കും. സോറി കേട്ടോ ബിലാലെ, എന്താണെന്നറിയില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ, പിന്നെ ഇമേജ് ടാഗിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഇമേജ് ടാഗ് ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും ഇടയ്ക്ക് നമുക്ക് കണ്ടൻറ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സോഴ്സ് എന്ന് പറയുന്ന ടാഗിനകത്തായിരിക്കും നമ്മൾ കണ്ടൻറ് പാസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ സെൽഫ് ക്ലോസിംഗ് ടാഗും മറ്റുള്ള ടാഗും തമ്മിലുള്ള വ്യത്യാസം കൂടി അതിനോടൊപ്പം പഠിച്ചു കേട്ടോ. അപ്പോൾ ഇതുപോലെ സെൽഫ് ക്ലോസിംഗ് ടാഗിന് ഒരിക്കലും ആഫ്റ്ററും ബിഫോറും നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ ഇതിൽ പഠിക്കേണ്ട ആദ്യത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഇന്ന് ബിഫോറും ആഫ്റ്ററും പഠിച്ചു എന്ന് പറഞ്ഞിട്ട് നാളെ പോയിട്ട് ഇമേജ് ടാഗിനും ഒന്നും എഴുതി കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലായി. അപ്പോൾ നമുക്ക് പി ടാഗ് വന്നു. അങ്ങനെ പി ടാഗിൻ്റെ ആഫ്റ്ററും ബിഫോറും എഴുതി കൊടുക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു റൂളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിന് ഡോട്ട് ഇട്ട് വിളിക്കുന്നു, ക്ലാസ് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇനി ഐ ഡിക്കാണെങ്കിൽ ഹാഷ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ പി ടാഗിൻ്റെ നമ്മൾ ആഫ്റ്ററും ബിഫോറും വിളിക്കണമെങ്കിൽ നമ്മൾ 2 കോളൻ കൊടുക്കുക. ഓക്കെ, 2 കോളൻ കൊടുത്തതിന് ശേഷം നമ്മൾ ബിഫോർ എന്ന് പറഞ്ഞ് കൊടുക്കുക. സെയിം പോലെ തന്നെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നത്? ആഫ്റ്ററും നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ബിഫോറും ആഫ്റ്ററിൻ്റെയും എന്ത് സിൻറ്റാക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ബിഫോറും ആഫ്റ്ററും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ഒരു കാരണവശാലും ഒരു സ്റ്റൈലും എഴുതി കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളിപ്പോൾ പറയുകയാണ് വിഡ്ത്ത് 100 പിക്സൽ, ഹൈറ്റ് 100 പിക്സൽ. ഇങ്ങനെ നമുക്ക് ഒരു CSS നമ്മൾ എന്ത് എഴുതി കൊടുത്താലും ഇത് വർക്ക് ചെയ്യത്തില്ല. ഞാനിപ്പോൾ സേവ് ചെയ്തു, ഇവിടെ ഡയറക്റ്റായിട്ട് സേവ് ആയിക്കോളും. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി കൊടുത്താലും നമുക്കിവിടെ യാതൊരു വിധത്തിലുള്ള മാറ്റവും കാണുവാനായിട്ട് സാധിക്കത്തില്ല. ഇവിടെ എന്ത് എഴുതി കൊടുത്താലും ഇവിടെ മാറ്റം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബിഫോറിനും ആഫ്റ്ററിനും നമ്മൾ മസ്റ്റായിട്ടെന്ന് വെച്ചാൽ ഇത് എഴുതി കൊടുത്തില്ലെങ്കിൽ ഈ ആഫ്റ്ററും ബിഫോറും വർക്ക് ആവത്തില്ല. അതാണ് അതിൻ്റെ സത്യം. അതാണ് നമ്മൾ പറയുന്നത് കണ്ടൻറ് എന്ന് പറയും. ഓക്കെ, അപ്പം പിയുടെ ബിഫോർ എനിക്ക് എന്തോ ഒരു കണ്ടൻറ്റ് വരാനുണ്ട്. അത് നമ്മൾ ഈ കോഡ്സിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം എനിക്ക് വേണ്ട ഇങ്ങനൊരു സംഭവമാണ് വരേണ്ടതെന്ന് നിങ്ങളുണ്ടെങ്കിൽ നമ്മൾ കണ്ടൻറ്റിനകത്ത് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഒരു സംഭവം വന്നു അല്ലേ? അതായത് ടെക്സ്റ്റിന് മുമ്പായിട്ട് വന്നു. ഇനി എനിക്ക് ഈ ആഫ്റ്ററിൻ്റെ ശേഷമാണ് പിയുടെ ആഫ്റ്റർ, അതായത് ഈ ടാഗിന് ശേഷമാണ് എനിക്ക് വരേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വീണ്ടും നമുക്ക് കണ്ടൻറ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് നമ്മൾ 2 ഡോട്ട് കൊടുത്തു. 2 ഡോട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇതുണ്ടോ, ഇവിടെ വന്നാണ്ടോ, കണ്ടോ? ഇനി അതല്ല, നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ദിസ് ഈസ് ആഫ്റ്റർ ഏരിയ എന്നും പറഞ്ഞു കൊടുത്തു. അപ്പോൾ നമ്മളത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ദിസ് ഈസ് ആഫ്റ്റർ ഏരിയ എന്നും പറഞ്ഞ് ഇവിടെ വന്നു. അതിനർത്ഥം അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ബൈ ഡിഫോൾട്ട് ഈ കണ്ടൻറ് എന്ന് പറയുന്നത്, അതായത് സ്യൂഡോയുടെ ബിഫോറും ആഫ്റ്ററും എന്തായിരിക്കും? ഇൻലൈൻ ആയിരിക്കും. ഇൻലൈൻ ആയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇതിനോടൊപ്പം തന്നെ ഇത് നിൽക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിവിടെ ഈ ടെക്സ്റ്റ് കൊടുത്തത് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഞാനിവിടെ ഇങ്ങനെ കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട, ഞാനിപ്പോൾ പറഞ്ഞു വന്നത്, ഈ ബിഫോറും ആഫ്റ്ററും ബൈ ഡിഫോൾട്ട് ഇൻലൈൻ ആണ്. ഇൻലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മളിവിടെ മറ്റൊരു പി ടാഗാണ് കൊടുക്കുന്നതെങ്കിൽ, ദിസ് ഈസ് സെക്കൻഡ് പി എന്നാണ് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിച്ചത്? കണ്ടില്ലേ, താഴെയാണ് വന്നത്. ഫസ്റ്റ് പി ആദ്യം വന്നു, രണ്ടാമത്തെ പി താഴെ വന്നു. കാരണം പി എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവൽ എലമെൻ്റ് ആണ്. പക്ഷേ ഈ പിക്ക് പകരം നമ്മളൊരു സ്പാൻ കൊടുത്തു, ദിസ് ഈസ് ഫസ്റ്റ് സ്പാൻ എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു സ്പാൻ കൊടുക്കുകയാണെങ്കിൽ ദിസ് ഈസ് സെക്കൻഡ് സ്പാൻ എന്ന് പറഞ്ഞു കൊടുക്കുമ്പം കണ്ടില്ലേ, ആ 2 സ്പാനും ഒറ്റ റോയിലാണ് വന്നത്. അതിനർത്ഥം ഇതൊരു ഇൻലൈൻ എലമെൻ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഞാനിത് കുറേ വീഡിയോയിൽ കുറേ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഈ ബിഫോറും ആഫ്റ്ററും ബൈ ഡിഫോൾട്ട് ഇൻലൈൻ ആണ്, ഇൻലൈൻ എലമെൻറ്റ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പിയുടെ കൂടെ തന്നെ നമുക്ക് എന്ത് കിട്ടിയത്?
ഈ ഒരു ആഫ്റ്ററും ബിഫോറും കിട്ടിയത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ആവശ്യം എന്താണെന്നാണ്. പക്ഷേ ഒരുപാട് ഒരു പ്രോജക്റ്റിൽ നമ്മളൊരു കുറേ തവണ നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കിടിലൻ പ്രോപ്പർട്ടിയാണ് ഈ കണ്ടൻറ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ സംശയം ഒന്നും ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ, ഇത് വളരെ റയറായിട്ടേ വരുന്നുള്ളൂ, എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഡിസ്പ്ലേ ബ്ലോക്ക് എന്നും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്തപ്പോൾ കണ്ടില്ല, അതൊരു ബ്ലോക്ക് ലെവലായി. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് കൂട്ട് 2 P ക്രിയേറ്റ് ചെയ്തപ്പം താഴെ വന്നതിൻ്റെ കൂട്ട് ഇപ്പം നമ്മളിതിനും ഡിസ്പ്ലേ ബ്ലോക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കണ്ടില്ലേ, അതിൻ്റെ താഴെ മുകളിലോട്ട് വന്നു. താഴെ മുകളിലോട്ട് വന്നെന്ന് വെച്ചാൽ ഇതിപ്പം ഈ ബിഫോർ എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവലാണ്, ഈ പി എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവലാണ്, ഇതും എന്താണ്, ബ്ലോക്ക് ലെവലാണ്. ഓക്കെ, ഇത് വളരെ അത്ര വലിയൊരു യൂസേജ് നമുക്ക് വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ റിയൽ യൂസേജ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടും. ആ ഒരു റിയൽ യൂസേജ് നമ്മുടെ പ്രോജക്റ്റിനകത്ത് നമ്മൾ ആഡ് ചെയ്യും. അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞു മുമ്പേ നമ്മൾ വിഡ്ത്തും ഹൈറ്റും ഒന്നും കൊടുത്തപ്പം എന്ത് സംഭവിച്ചില്ലായിരുന്നു, ഇതിന് വലിയ മാറ്റമൊന്നും വരുന്നില്ലായിരുന്നു അല്ലേ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇനി വിഡ്ത്ത് ഞാനൊരു 100 പിക്സൽ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ വന്നിട്ട് നമുക്ക് തൽക്കാലം ബിഫോർ അവിടെ നിൽക്കട്ടെ, ഞാൻ ആഫ്റ്ററിന് കൊടുക്കാം. ഓക്കെ, ആഫ്റ്റർ എന്ന് പറയുമ്പം ഈ ടെക്സ്റ്റ് കഴിഞ്ഞിട്ടുള്ള സംഭവം. അതിന് ഞാനൊരു വിഡ്ത്ത് ഞാനൊരു 100 പിക്സൽ കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനൊരു ഹൈറ്റ് ഞാൻ 100 പിക്സൽ കൊടുത്തു. അതിനുശേഷം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാനൊരു ഗ്രീൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കണ്ട അവിടെ ഒരു ഗ്രീൻ കളറ് വന്നിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ എന്താണ് കൊടുത്തത് ഇവിടെ, വിഡ്ത്ത് 100ഉം ഹൈറ്റ് 100ഉമാണ് കൊടുത്തത്. പക്ഷേ നമുക്കിവിടെ ആ 100 പിക്സലും ഹൈറ്റ് 100 പിക്സലോടും കൂടിയിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ 200 കൊടുത്താലും ആ ഒരു സെയിം കൺസെപ്റ്റ് തന്നെയായിരിക്കും അവിടെ വർക്കാവുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഇതിപ്പം ഇൻലൈൻ എലമെൻ്റ് ആണ് അല്ലേ. ഇൻലൈൻ എലമെൻറ്റിന് നമ്മൾ എന്ത് കൊടുത്താൽ, വിഡ്ത്തും ഹൈറ്റും നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്താൽ എന്തെടുക്കത്തില്ല, അത് എടുക്കത്തില്ല. അപ്പം നമ്മൾ അതിനെ എന്ത് ചെയ്യണം, ഇൻലൈൻ ഡിസ്പ്ലേ ഇൻലൈൻ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകിൽ ബ്ലോക്ക് ആക്കി മാറ്റുക. അപ്പോൾ ബ്ലോക്ക് ആക്കി മാറ്റുമ്പോഴത്തേക്ക് അത് സേവായി വരുന്നേ ഉള്ളൂ. ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക്. ഓക്കെ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഡിസ്പ്ലേ എന്നാണ് വന്നിരിക്കുന്നത്. ഈ സംഭവം ഓട്ടോമാറ്റിക്കായിട്ടായിട്ട് ഇവിടെ വരത്തില്ല, അതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം. ഡിസ്പ്ലേ നമ്മൾ ബ്ലോക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ, ഓക്കെ, ബ്ലോക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ കണ്ടില്ലേ, ആ ഒരു വിഡ്ത്തും ഹൈറ്റും എടുത്തു. ഇനി നമ്മൾ ഇൻലൈൻ ബ്ലോക്കാണ് കൊടുക്കുന്നതെങ്കിൽ, ഇൻലൈൻ ബ്ലോക്ക് ആക്കി മാറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ ഒരു വിഡ്ത്തും ഹൈറ്റും എടുക്കും. അപ്പോൾ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പലരും മറന്നു പോകുന്ന ഒരു സംഭവമാണ് ഈ വിഡ്ത്തും ഹൈറ്റും എപ്പോഴാണ് ഏതൊക്കെ എലമെൻറ്റിനാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. ഡിസ്പ്ലേ ബ്ലോക്കിനും ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്കിലും മാത്രമേ എന്ത് വർക്ക് ചെയ്യുള്ളൂ, വിഡ്ത്തും ഹൈറ്റും ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻലൈൻ ബ്ലോക്ക് കൊടുത്തു. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു സംഭവം വന്നു. ഇതിപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുണ്ട്, നമ്മളൊരു ഒറ്റ പി ടാഗ് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഈ പി ടാഗ് വെച്ചിട്ടാണ് നമ്മൾ ആഫ്റ്ററിന് ഈ ഒരു 2 ഇത് കൊടുത്തത്, ബിഫോറിന് നമ്മളിത് കൊടുത്തത്, ഈ ഒരു ഗ്രീൻ ബോക്സും ക്രിയേറ്റ് ചെയ്തു. ഒറ്റ ടാഗ്, പക്ഷേ ആ ഒറ്റ ടാഗ് വെച്ചിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് പറ്റി. ഇനി ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഭാഗത്ത്, ഓക്കെ, ഈ ഒരു കണ്ടൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മറ്റൊരു കാര്യം കൂടി വിളിച്ചു കൊടുക്കാൻ പറ്റും. അതായത് ആ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഒന്നുകിൽ ടെക്സ്റ്റ് കൊടുക്കാം, ആ കണ്ടൻറ്റ് ഒന്നുകിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഐക്കൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. കോഡ് പെന്ന് പോയി, കോഡ് പെന്നല്ല, എനിക്കൊരു ഇമേജ് വേണം. ഓക്കെ, ഒരു അൺസ്പ്ലാഷിൽ പോയിട്ട് ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യാൻ പാടും. ഞാനിപ്പം ഒരു ലാപ്ടോപ്പിൻ്റെ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജ് ഞാൻ ഇവിടുന്ന് ഇതിൻ്റെ കോപ്പി ഇമേജ് അഡ്രസ്സ് എടുത്തു. അതിനുശേഷം ഞാനിവിടെ വന്നിട്ട് ഈ കണ്ടൻറ്റിനകത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിന് എന്ത് കൊടുക്കും,
ബാക്ക്ഗ്രൗണ്ടിന് നമ്മൾ URL കൊടുക്കത്തില്ലേ, അതുപോലെ തന്നെ നമുക്കിവിടെ വന്നിട്ട് URLനകത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ആ ഒരു ഇമേജിനെ പാസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു പി ടാഗിന് ശേഷം എന്ത് വന്നു, ആ ഒരു ഇമേജ് വന്നു. ആ ഇമേജിൻ്റെ സൈസ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഈ അൺസ്പ്ലാഷിൻ്റെ കൂടെയുള്ള ഇമേജിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇതുണ്ടോ, അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്രോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടുണ്ട്. ആ ഇമേജിൻ്റെ സോഴ്സിനകത്ത് തന്നെ നമുക്ക് ക്രോപ്പ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ തൽക്കാലം അതിനൊരു 200 പിക്സലാക്കി മാറ്റി. ഓക്കെ, കണ്ടോ. അപ്പം ആ ഒരു പി എന്ന് പറയുന്ന ടാഗിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ആഡ് ചെയ്തു, ഒരു ഇമേജ് ആഡ് ചെയ്തു. അപ്പം ഞാനിതിനെ തൽക്കാലം ഒരു 100 കൊടുക്കാം, അത്രയും വലുത് വേണ്ട. ഓക്കെ, ചെറുത് കൊടുത്തു. ഇനി ഈ ഒരു വിഡ്ത്തും ഹൈറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലുള്ള പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാനതെടുത്ത് കളഞ്ഞു തൽക്കാലം. ഓക്കെ, ഇനി നമുക്ക് കണ്ടില്ലേ, ഒരു ഇമേജ് ടാഗ് ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇല്ലാതെ തന്നെ നമുക്കൊരു പിയുടെ കൂടെ നമുക്ക് ഒരു കാര്യം ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഓക്കെ, ഞാൻ വേറെ കാര്യം പറയാം. ഇപ്പോൾ എനിക്ക് വിഡ്ത്ത് 200 പിക്സലും ഹൈറ്റ് G8 ഓക്കെ 200 പിക്സലുമാണ്. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ എനിക്കിനി ഈ ഇമേജിനെ ഈ ഒരു ബോക്സ് ഇല്ലേ, ഈ ബോക്സിനകത്ത് ഫില്ല് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സൈസ് നമ്മൾ കവർ വിളിച്ചു കൊടുക്കാറുണ്ട്. കവർ വിളിച്ചു കൊടുക്കുമ്പം സാധാരണ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വിളിക്കുകയാണെങ്കിൽ ഈ ഇമേജ് എന്ത് സംഭവിക്കും, ഇതിനകത്ത് മൊത്തം ഫില്ല് ചെയ്തങ്ങ് നിൽക്കും അല്ലേ. ഞാനിതിൻ്റെ വിത്ത് കുറച്ചിട്ട് ഓക്കെ, സോറി, ആരാണ് കണ്ടുപിടിച്ചത്? ഓക്കെ, മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൈസ് കവർ കൊടുത്തിട്ടും ആ ഒരു ഇമേജ് ഫുള്ളായിട്ട് ഇവിടെ കവറായിട്ട് വന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ മൊത്തത്തിലുള്ള സാധ്യതകളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് കേട്ടോ. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സാധാരണ ഒരു ഐക്കണാന്ന് വെച്ചോ, ഒരു ഐക്കൺ നിങ്ങൾക്ക് പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കണ്ടൻറ്റിനകത്ത് കൊണ്ടിട്ടാൽ മതി. അതല്ല ഒരു വലിയൊരു ഇമേജ് പോലുള്ള എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ കൂടി ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിത് കട്ട് ചെയ്തു, അതിന് ശേഷം ഞാൻ കണ്ടൻറ്റ് ഞാൻ empty ആക്കി ഇട്ടു. ഓക്കെ, കണ്ടൻറ്റ് ഞാൻ empty ആക്കി ഇട്ടു. ഓക്കെ, അപ്പോഴും നമുക്ക് അപ്പം ഞാൻ മുമ്പേ പറഞ്ഞത് ഈ കണ്ടൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ താഴെയുള്ള ഒരൊറ്റ പ്രോപ്പർട്ടി പോലും വർക്ക് ചെയ്യത്തില്ല. കണ്ടോ, ഒറ്റ പ്രോപ്പർട്ടി പോലും വർക്ക് ചെയ്യത്തില്ല. അപ്പം നമ്മളത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടൻറ്റ് ഓപ്പൺ ചെയ്തിടുക. ഇതിനകത്ത് എന്തെങ്കിലും കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ ആഫ്റ്ററും ബിഫോറും വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് മസ്റ്റായിട്ടും ആദ്യം തന്നെ കൊടുത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സൈസ് കവർ വർക്ക് ചെയ്യുന്നില്ല. ഇനി നമുക്ക് എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സൈസ് കവറിനെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റും, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എന്നും പറഞ്ഞ് വിളിച്ചു കൊടുത്തിട്ട് ആ ഒരു ഇമേജ് വിളിച്ചു കൊടുക്കുക. അന്നേരവും നമുക്ക് ആ ഒരു ഇമേജ് ഇവിടെ കിട്ടും. ഇതുണ്ട്, ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് നമ്മളൊരു ഡിവിന് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വിളിച്ചു കൊടുക്കത്തില്ലേ, സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ആഫ്റ്ററിനും ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഇമേജ് വിളിച്ചു കൊടുക്കുന്നത്. ഈ ഡിസ്പ്ലേ ഇൻലൈനും ബാക്ക്ഗ്രൗണ്ട് കളർ വിഡ്ത്ത് ഹൈറ്റ് എല്ലാം ബാക്കി എല്ലാത്തിനും വിളിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണോ അതേ കൺസെപ്റ്റ് തന്നെയാണ്. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു, അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇപ്പം ഞാനിവിടെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഞാൻ പറഞ്ഞു സാധാരണ പ്രോപ്പർട്ടി പോലെയാണ്. അപ്പോൾ നമുക്ക് നോ റിപ്പീറ്റ് പറഞ്ഞു കൊടുക്കാം അല്ലേ. ഇപ്പം നമുക്ക് നോ റിപ്പീറ്റ് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് അത് ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് സൈസ് നമുക്ക് കവറെന്നും പറഞ്ഞു കൊടുക്കാം. കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് സൈസ് കവറെന്നും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് വിളിക്കുകയാണെങ്കിൽ മാത്രമേ ബാക്ക്ഗ്രൗണ്ട് സൈസും ബാക്ക്ഗ്രൗണ്ട് പൊസിഷനും അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ആഫ്റ്ററിനായാലും ബിഫോറിന് ഈ സെയിം സാധനം തന്നെ നമുക്ക് ബിഫോറിന് വിളിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ആഫ്റ്റർ മാത്രമേ എടുത്തുള്ളൂ എന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഞാനിവിടെ വന്നിട്ട് ഞാനത് ഡിസ്പ്ലേ നണ്ണ് കൊടുത്തു. ഡിസ്പ്ലേ എന്ത് കൊടുത്തു, ഡിസ്പ്ലേ നണ്ണ് കൊടുത്തു. ഇവിടെ ഡിസ്പ്ലേ ഇൻലൈൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാനത് കട്ട് ചെയ്തു. ഓക്കെ, ഡിസ്പ്ലേ നണ്ണ് കൊടുത്തപ്പം ഇതിപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പിയുടെ ആഫ്റ്ററിനെ നമുക്ക് ഹോവർ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അതായത് ഈ പി ആഫ്റ്ററിനെ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഹോവർ ചെയ്യുമ്പം ആഫ്റ്ററിനകത്ത് എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്പ്ലേ ഇൻലൈൻ നമ്മൾ ബ്ലോക്ക് ആക്കി കൊടുത്തു. ഓക്കെ, ഇതുണ്ടോ, നമ്മളിവിടെ ഹോവർ ചെയ്യുമ്പം ആ ഒരു ഇമേജ് വരുന്നുണ്ടോ, ആ പിക്കകത്തോട് നമ്മൾ ഹോവർ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഗ്ലിച്ച് ഉണ്ട്, ഞാൻ പറയുകയാണ് കേട്ടോ. അതായത് ഹോവറൊക്കെ നമുക്ക് ആഫ്റ്ററിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഹോവറൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, ഈ തൽക്കാലം വിഡ്ത്തും ഹൈറ്റും കളഞ്ഞിട്ട്, ഓക്കെ, വിഡ്ത്തും ഹൈറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു പി ടാഗ് അല്ലേ, ഈ പി ടാഗിന് ശേഷം നമ്മുടെ പ്രോജക്റ്റിനകത്തൊരു ULLI ഉണ്ടെന്നിരിക്കട്ടെ. അപ്പം ലിസ്റ്റ് ഐറ്റം 1 ഇങ്ങനെയുണ്ട്. അപ്പോൾ ലിസ്റ്റ് ഐറ്റം 1, ലിസ്റ്റ് ഐറ്റം, ഇങ്ങനെ നമുക്ക് സംഭവങ്ങളുണ്ട്. 2, 3, 4, 5 ഇങ്ങനെ ഉണ്ട് എന്നിരിക്കട്ടെ. ഇപ്പം ബൈ ഡിഫോൾട്ട് നമുക്കിപ്പം എന്താണ്, നമുക്കറിയാം നമ്മളൊരു അൺഓർഡേർഡ് ലിസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ബൈ ഡിഫോൾട്ട് എന്താണ് വരുന്നത്, ഈ ഒരു ഐക്കൺസ് ആണ് വരുന്നത് അല്ലേ. ഇനി നമുക്ക് ഈ ഐക്കൺസ് വേണ്ട, പകരം നമുക്ക് എന്ത് വേണം, വേറെ ഏതെങ്കിലും ഇപ്പം നമ്മുടെ ഡിസൈൻ പ്രകാരം വേറെ ഏതെങ്കിലും ഒരു സാധനമാണ് നമുക്ക് വേണ്ടതെന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ തൽക്കാലം ഈ പിയുടെ എല്ലാം കളയുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ UL ആദ്യം നമ്മൾ എന്ത് കൊടുക്കും, ലിസ്റ്റ് സ്റ്റൈല് നമ്മൾ നണ്ണാക്കി കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ വന്നിട്ട് പറയാണ് ഈ LIക്ക്, ഓക്കെ, ഓക്കെ, ഇനി ഈ LIക്ക് എനിക്ക് എന്ത് വേണം, ഓരോ ലിസ്റ്റ് ഐറ്റത്തിൻ്റെയും മുൻപ് എനിക്കൊരു പ്രത്യേക തരം ഐക്കണോ എന്തെങ്കിലും വേണം. ഇപ്പോൾ ഒരു ഐക്കൺ ഡൗൺലോഡ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഓൾറെഡി എന്തുണ്ട്, ഫോണ്ടോസം ഉണ്ടല്ലേ. ഫോണ്ടോസം ഉണ്ട്, ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ തൽക്കാലം ഇവനെ തന്നെ അങ്ങ് പൊക്കാം. കോപ്പി ഇമേജ് അഡ്രസ്സ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, LIയുടെ ബിഫോറിനകത്ത് വന്നിട്ട്, ഓക്കെ, LIയുടെ ബിഫോറിനകത്ത് നമ്മൾ കൊടുക്കാൻ പോവാണ്. എനിക്ക് കണ്ടൻറ് എന്നുള്ളത് ഞാൻ എന്ത് കൊടുത്തു, ഒരു ഇത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു ഡോട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഡോട്ട് അവിടെ വരണം. കണ്ടോ, ആ ഡോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓരോന്നിനും ആ ഡോട്ട് ഇവിടെ വന്നിട്ടുണ്ട്, കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഡോട്ടൊന്നുമല്ല വരേണ്ടത്, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഐക്കൺ, ഞാനിപ്പോൾ ഐക്കൺ എടുക്കുന്നില്ല, നിങ്ങൾക്ക് ആ ഐക്കണോ എന്ത് വേണമെങ്കിലും കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ടിനകത്ത് നമ്മൾ URLനകത്ത് ഞാൻ അല്ലെങ്കിൽ ഒരു ഐക്കൺ തന്നെ തപ്പിയെടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. ഫ്രീ പിക്കിനകത്ത് പോയിട്ട് ഒരു ഐക്കൺ തപ്പി നോക്കട്ടെ. ഐക്കണിൻ്റെ ഒരു സൈറ്റ് ഉണ്ടായിരുന്നു, ഞാൻ പെട്ടെന്ന് മറന്നുപോയി, ഏതായിരുന്നു എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഫ്രീ പിക്ക് അല്ല, ഫ്ലാറ്റ് ഐക്കൺസ്. നമുക്കൊരു ഐക്കൺ തപ്പിയെടുക്കാം. ഓക്കെ, റൈറ്റ് ആരോ കൊടുക്കാം. റൈറ്റ് ആരോ കൊടുത്തതിന് ശേഷം നമുക്കിപ്പം വന്നിട്ട് ഈ ഒരു ഐക്കണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കോപ്പി ഇമേജ് അഡ്രസ്സ് എടുത്തു. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിവിടെ ആഡാവും. ഉണ്ടോ, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇത് നല്ലൊരു സൈറ്റാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എത്ര ഐക്കൺസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് യു ആർ എല്ലിനകത്ത് വന്നിട്ട് നമ്മളൊരു ഫ്ലാറ്റ് ഐക്കൺ PNG പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഏത് കളറാണ് വന്നിട്ടുള്ളത്? ഓക്കെ, അതിനുശേഷം നമ്മളൊരു വിഡ്ത്ത് പറഞ്ഞു കൊടുത്തു. വിഡ്ത്ത് എനിക്കൊരു 20 പിക്സൽ വിഡ്ത്ത് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാൻ ഇമേജ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നോക്കിക്കോട്ടെ. ചില സമയത്ത് അത് വൈറ്റ് കളറിലുള്ള ഇമേജസ് ആയിരിക്കും കയറി വരുന്നത്. അപ്പം LIയുടെ ബിഫോർ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ ഇമേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിഡ്ത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഒരു HEIGHT ഹൈറ്റ് ഒരു 20 പിക്സൽ കൂടി പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്നിട്ട് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ പൊസിഷൻ നമ്മൾ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാൻ വന്നിട്ട് ലെഫ്റ്റ് ഒരു 20 പിക്സൽ കൂടി കൊടുത്തു. എന്തോ കാരണത്താൽ ഇത് എടുക്കുന്നില്ല തോന്നുന്നുണ്ട്. ഐക്കൺ കണ്ടന്റ് CO ബാക്ക്ഗ്രൗണ്ട് വിഡ്ത്ത് ഹൈറ്റ് അല്ല, അത് ഒരു സെക്കൻഡ്, ഞാനിവിടെ വന്നിട്ടൊരു ഗ്രീൻ എന്നും പറഞ്ഞു കൊടുത്ത് നോക്കട്ടെ. സംഭവം അവിടെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്പേസ് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്, പക്ഷേ ആ ഐക്കൺ അത് ലോഡ് ആവുന്നില്ല. കോപ്പി ഇമേജ് അഡ്രസ്. അല്ല, നമ്മളിവിടെ കൊടുത്തല്ലോ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുത്തായിരുന്നല്ലോ. ബാക്ക്ഗ്രൗണ്ട് URL നമ്പർ നമ്മളിവിടെ കൊടുത്തായിരുന്നു. നമുക്കൊരു 40 പിക്സൽ കൊടുത്ത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ഇതുണ്ട്, ആ ഒരു ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതങ്ങ് ഡൗൺലോഡ് ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. PNG ഫ്രീ ഡൗൺലോഡ് കൊടുക്കാം. വിളിച്ചാൽ മതിയല്ലോ. ഡൗൺലോഡ് ആവാനായിട്ട് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ഓക്കെ, ഇനി നമ്മുടെ ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ഇമേജസിനകത്ത് നമുക്ക് കൊടുക്കാം. ഓക്കെ, റൈറ്റ് ആരോ ആംഗിൾ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ വന്നു. നമ്മുടെ അയ്യോ, ഞാൻ എന്തൊരു മണ്ടത്തര കാണിക്കുന്നത്. ഞാൻ കോഡ് പെന്നിനകത്തല്ലേ ഇത് ചെയ്യുന്നത്, അതാണ്. ഓക്കെ, കാരണം ഞാനത് ഡൗൺലോഡ് ചെയ്തതെന്ന് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ സിസ്റ്റത്തിനകത്താണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഈ URL-നകത്ത് നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന അതിന് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്നുള്ള നമ്മുടെ ഇമേജിന് സോഴ്സ് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ തൊട്ട് ബാക്ക്ഗ്രൗണ്ടിൽ അത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് കസ്റ്റമായിട്ടൊരു ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ പൊസിഷൻ എന്തുകൊണ്ടാണ് കൊടുത്തതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ കൂട്ട് നമുക്ക് പൊസിഷനും എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും? സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുത്തു, പക്ഷേ ആ ഒരു ഇമേജ് അവിടെ വന്നിട്ടില്ല അല്ലേ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഈ LIക്ക്, അതായത് ഓരോ LIയുടെയും കൂടെയാണ് എന്ത് വരേണ്ടത്? ആ ഒരു ഇമേജ് വരേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ LIക്ക് നമ്മൾ പൊസിഷൻ സെറ്റ് കൊടുക്കണം. അതല്ലേ പേരൻറ്റ്. ആ പേരൻറ്റിന് നമ്മളൊരു പൊസിഷൻ റിലേറ്റീവ് പറഞ്ഞു കൊടുക്കുക. പൊസിഷൻ റിലേറ്റീവ് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഈ എപ്പോഴും നമ്മൾ ഈ LIക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ പേരൻറ്റിന് നമ്മൾ പൊസിഷൻ റിലേറ്റീവ് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ഡിവിനാണ് നമ്മൾ ഒരു ബിഫോറും ആഫ്റ്ററും പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ, നിങ്ങളൊരു പൊസിഷൻ വിളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അതായത് ബിഫോറിനകത്തും ആഫ്റ്ററിനകത്തും പൊസിഷൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു ഡിവിന്, ഇപ്പം ഡിവ് ആണെങ്കിൽ ഡിവ്, ULLI ആണെങ്കിൽ LIക്ക് നിങ്ങൾ പൊസിഷൻ പറഞ്ഞു കൊടുക്കുക.
അതിനുശേഷം നമുക്ക് ഈ പൊസിഷൻ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ കിട്ടും ആ ഒരു എലമെൻറ്റിന് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് പൊസിഷൻ, ഇനിയിപ്പോൾ എനിക്ക് അബ്സല്യൂട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അബ്സല്യൂട്ട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാൻ ലെഫ്റ്റ് ഒരു 20 പിക്സലും പറഞ്ഞു കൊടുത്തു കണ്ടോ. 20 പിക്സലും പറഞ്ഞു കൊടുത്തു. 20 പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ LAക്ക് നമ്മൾ ആദ്യം ഒരു സ്പേസ് പറഞ്ഞു കൊടുക്കുക. കാരണം ഈ ഐറ്റത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ആദ്യം 0 പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെയാണുള്ളത്. ഓക്കെ, ഇവിടെയാണുള്ളത് കണ്ടോ. അപ്പോൾ നമുക്ക് ലിസ്റ്റ് എന്നുള്ള ആ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ LAക്ക് ഒരു പാഡിങ് ലെഫ്റ്റ് ഒരു 20 പിക്സൽ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പം LAക്ക് പാഡിങ് ലെഫ്റ്റ് 20 പിക്സൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അതെന്ത് സംഭവിക്കും, അത് കുറച്ച് സൈഡിലേക്ക് നീങ്ങി. ഇനി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടൊരു ഇതിനൊരു പാഡിങ് ഒരു -20 പിക്സൽ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും കണ്ടോ. അപ്പോൾ ഇത് കൂടുതലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പാഡിങ് ലെഫ്റ്റ് 10 പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ബോർഡർ റേഡിയസ് പറഞ്ഞു കൊടുക്കാം. ബോർഡർ റേഡിയസ് ഞാനൊരു 50% പറഞ്ഞു കൊടുത്തു കണ്ടോ. അതിന് ചുറ്റും ഓരോ ഇത് വന്നു. ഇനിയിപ്പം LAക്ക് നമുക്കൊരു മാർജിൻ പറഞ്ഞു കൊടുക്കാം. ടോപ്പ് ബോട്ടം എനിക്കൊരു 20 പിക്സൽ വെച്ചിട്ട് വേണം. അപ്പം നമുക്ക് കണ്ടില്ല, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഈ ലിസ്റ്റ് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കസ്റ്റമായിട്ടുള്ളൊരു ഐക്കൺ, ഞാൻ പറഞ്ഞു ബൈ ഡിഫോൾട്ട് നമ്മൾ ലിസ്റ്റ് അതിൽ നണ്ണ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു എന്താ വരുന്നത് നമുക്കറിയാം, ഒരു ഇതാണ് വരുന്നത്, ഒരു ഡോട്ട്, ഒരു കറുത്ത ഒരു ബ്ലാക്ക് ഡോട്ടാണ് വരുന്നത്. സാധാരണ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ചില ക്ലയൻറ്റിനൊക്കെ അത് മതിയായിരിക്കും. പക്ഷേ നമ്മൾ വലിയ വലിയ പ്രോജക്റ്റൊക്കെ ചെയ്യുമ്പം എപ്പോഴും നമ്മുടെ ലിസ്റ്റ് ഐറ്റത്തിനൊരു കസ്റ്റം ഐക്കൺ ഉണ്ടാവും കേട്ടോ. അപ്പം ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് എന്നോട് ചോദിക്കാം. ഏത് ഈ LAക്കാണോ? ഈ മാർജിൻ 20 പിക്സൽ കൊടുത്തത് ഓരോ LA ഇല്ലേ, ഇതല്ലേ ലിസ്റ്റ് ഐറ്റം, ഇതല്ലേ ഓരോ LA. അപ്പോൾ ഈ LAക്ക് നമ്മൾ മാർജിൻ കൊടുക്കാതിരുന്നപ്പം എന്താ സംഭവിച്ചതുണ്ട്, ഇത് അടുപ്പിച്ചങ്ങ് ഇരിക്കുമായിരുന്നു കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല കണ്ടോ. ഈ വാല്യൂ അറിയത്തില്ലേ അപ്പം? ഓക്കെ, അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാവോ? ഞാൻ മാർജിൻ വേഴ്സസ് പാഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കാണാൻ പറ്റുമോ കേട്ടോ? ചെറിയ സംശയം, അത് ആ സംശയങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമുക്ക് 4 വാല്യൂ ആണ് മാർജിൻ ഉള്ളത്. ടോപ്പ്, റൈറ്റ്, ബോട്ടം, ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓക്കെ, അപ്പം നമുക്കിവിടെ നമ്മുടെ ആവശ്യം നമുക്ക് ടോപ്പും ബോട്ടവും നമുക്ക് വേണം. അപ്പോൾ ടോപ്പ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഒരു പ്രോജക്റ്റിൽ ഇതുവരെ എവിടെയൊക്കെയാണ് യൂസ് വരുന്നത് കോമൺ ആയി ഒരു പ്രോജക്റ്റിൽ? ഞാൻ പറയട്ടെ. ഒരു യൂട്യൂബിലെ ഒരാൾക്ക് ലിസ്റ്റ് ഐറ്റമിൽ വരും. പിന്നെ do one more ഒരു സെക്കൻഡ് എക്സാമ്പിൾ. ഓക്കെ, അപ്പം നമുക്കിവിടെ ടോപ്പ് വേണ്ടത് 20 പിക്സലാണ്. അപ്പോൾ ഞാൻ 20 പിക്സൽ കൊടുത്തു. റൈറ്റ് എനിക്ക് വേണ്ട, ബോട്ടം എനിക്ക് 20 പിക്സലാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, CSS എഴുതുമ്പോൾ പറ്റാവുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന നമ്പർ ഓഫ് ടെക്സ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മാർജിൻ ഒറ്റ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? 4 വാല്യൂയും ബൈ ഡിഫോൾട്ട് 0 ആയിരിക്കും. 2 വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ ആദ്യത്തെ വാല്യൂ ഷെയർ ചെയ്യുന്നത് ടോപ്പ് ബോട്ടവും, രണ്ടാമത്തെ വാല്യൂ ഷെയർ ചെയ്യുന്നത് ലെഫ്റ്റും റൈറ്റും ആയിരിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മളിവിടെ 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞപ്പം നമുക്ക് 4 വാല്യൂ കൊടുക്കണ്ട. അതായത് 2 വാല്യൂ സെയിം ആണെങ്കിൽ മാത്രം, അതായത് ടോപ്പും ബോട്ടവും സെയിം വാല്യൂ വരണം, ലെഫ്റ്റും റൈറ്റും സെയിം വാല്യൂ വരണം. ആ കേസിൽ മാത്രമേ ഇങ്ങനെ 2 എണ്ണം പാസ് ചെയ്യാൻ പറ്റുള്ളൂ. 4 വാല്യൂവും ഡിഫറെൻറ്റ് വാല്യൂ ആണെങ്കിൽ 4 വാല്യൂ നമ്മൾ അങ്ങനെ എഴുതി കൊടുക്കണം. മനസ്സിലായോ? ഇനി 3 വാല്യൂ വരുന്ന മറ്റൊരു ഇതുകൂടിയുണ്ട്. അതായത് നമുക്കിവിടെ 10 പിക്സൽ കൊടുത്തു, അതിനുശേഷം 0 കൊടുത്തു. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ടോപ്പ് 20 പിക്സലും എടുക്കും,
ബോട്ടം 0 പിക്സലും എടുക്കും. റൈറ്റ് പക്ഷേ സെയിം വാല്യൂ ആയിരിക്കും, ലെഫ്റ്റും റൈറ്റും സെയിം വാല്യൂ ആയിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലായോ? നമുക്കൊരു സിറ്റുവേഷൻ വന്നു, അതിനകത്ത് ടോപ്പും ബോട്ടവും ഡിഫറെൻറ്റ് വാല്യൂസാണ്. അപ്പം നമുക്ക് ടോപ്പ് 20 പിക്സൽ കൊടുത്തു, റൈറ്റ് 10 പിക്സൽ കൊടുത്തു, പക്ഷേ റൈറ്റും ലെഫ്റ്റും സെയിം വാല്യൂ ആണ്. അപ്പം നമ്മൾ 20 പിക്സൽ 10 പിക്സൽ 0 പിക്സൽ കൊടുത്തു. പക്ഷേ നാലാമത്തെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രൗസർ കൺസിഡർ ചെയ്തോളും. ഇവിടെ നാലാമത്തെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്നത് 10 പിക്സൽ ആയിരിക്കും. ഈ ഒരു വാല്യൂവിനെ, അതായത് ടോപ്പും ബോട്ടവും ഡിഫറെൻറ്റ് വാല്യൂവും ലെഫ്റ്റും റൈറ്റും സെയിം വാല്യൂ വരികയാണെങ്കിൽ അവസാനത്തെ വാല്യൂ നമുക്ക് ഒഴിവാക്കാം. അപ്പം 3 വാല്യൂ മാത്രം കൊടുത്താൽ മതി. ടോപ്പും ബോട്ടവും ലെഫ്റ്റും റൈറ്റും 10 പിക്സൽ വെച്ചിട്ട് എടുത്തോളും. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി പ്രോയ്ക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ പോയി നോക്കാം കേട്ടോ. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എന്നിരുന്നാലും ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഓക്കെ, ഇത് നല്ല യൂസ്ഫുൾ അല്ലേ? ഈ ഒരു കേസിൽ നല്ല യൂസ്ഫുൾ ആണ് നമുക്ക്. നിങ്ങളിവിടെ LI ബിഫോറും ആഫ്റ്ററും നമ്മൾ പഠിക്കുമ്പം ഒന്നുകൂടെ പറഞ്ഞു തരാം. കണ്ടൻറ്റ് മസ്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം ബൈ ഡിഫോൾട്ട് അത് ഇൻലൈൻ ആയിരിക്കും. പിന്നീടുള്ള പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? അപ്പം അത് മനസ്സിലായല്ലോ അല്ലേ? ഹലോ, ഓക്കെ, ഓക്കെ എന്നുകൊണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം നമ്മുടെ ആ ഒരു ഓട്ടോ ഒന്ന് ഒഴിവാക്കാം. ഓക്കെ, ഓക്കെ. ഇപ്പോൾ ഈ ഒരു കേസിൽ എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു ഇതിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം എനിക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഷാഡോ ഇപ്പോൾ വന്നിട്ടില്ല, നമ്മൾ ലീനിയർ ഗ്രേഡിയൻ്റ് കൊടുത്തില്ലേ, അത് നമുക്ക് ഈ ഒരു ഡിവിന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ അറിയാം, നമുക്ക് ഹീറോ ഉണ്ട്, സൈപ്പർ കണ്ടെയ്നർ ഉണ്ട്, സൈപ്പർ റാപ്പർ ഉണ്ട്, അതിനകത്ത് സൈപ്പർ സ്ലൈഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നത് സൈപ്പർ സ്ലൈഡാണ്. ഓക്കെ, സൈപ്പർ സ്ലൈഡിനകത്താണല്ലോ ഇമേജ് ഒക്കെ ഉള്ളത്. അപ്പോൾ ആ സൈപ്പർ സ്ലൈഡിന് എനിക്കൊരു ഒരു ലീനിയർ ഗ്രേഡിയൻ്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ CSSൽ വന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആഫ്റ്ററും ബിഫോറും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ സ്വൈപ്പറിൻ്റെ നമ്മുടെ CSS സ്വൈപ്പർ പേജിനേഷൻ ഹീറോ ഇൻഫോ. ഓക്കെ, ഇപ്പം ഞാനിവിടെ വന്നിട്ട് നമ്മുടെ ഹീറോയ്ക്കകത്തുള്ള നമ്മുടെ സൈപ്പർ സ്ലൈഡ് എന്ന് പറയുന്ന ക്ലാസ് എടുത്തു അല്ലേ? സൈപ്പർ സ്ലൈഡ് എന്ന് പറയുന്ന ഈ ക്ലാസ് എടുത്തു. ഓക്കെ, സൈപ്പർ സ്ലൈഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഉണ്ട്, അതിന് ഓൾറെഡി പൊസിഷൻ റിലേറ്റീവ് ഉണ്ട്. സൈപ്പർ സ്ലൈഡിന് ഇവിടെ ഓൾറെഡി അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? പൊസിഷൻ റിലേറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൊസിഷൻ റിലേറ്റീവ് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി സൈപ്പർ സ്ലൈഡിൻ്റെ ബിഫോറിൽ അല്ലേ, ഇപ്പോൾ നമ്മൾ LIക്ക് ബിഫോർ പറഞ്ഞു കൊടുത്തതിൻ്റെ കൂട്ട് നമുക്കിവിടെ എന്ത് കൊടുക്കാൻ പറ്റും? ബിഫോർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സൈപ്പർ സ്ലൈഡിൻ്റെ ബിഫോറിന് നമ്മൾ ആദ്യം എന്ത് സെറ്റ് ചെയ്യണം? കണ്ടൻറ്റ് സെറ്റ് ചെയ്യണം. കണ്ടൻറ്റ് ഞാൻ ബ്ലാങ്ക് ആയിട്ട് കൊടുത്തു, കാരണം എനിക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും പാസ് ചെയ്യാനായിട്ടൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വിഡ്ത്ത് ഞാനൊരു 100% കൊടുത്തു. ഓക്കെ, ഒരു 100% കൊടുത്തു. അതിനുശേഷം ഞാനൊരു ഹൈറ്റ് 100% കൊടുത്തു. അതിനുശേഷം ഓൾറെഡി ഞാൻ പറഞ്ഞു അതിൻ്റെ പൊസിഷൻ റിലേറ്റീവ് ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? പൊസിഷൻ അബ്സല്യൂട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ പറഞ്ഞു ബോട്ടം ഞാൻ 0 കൊടുത്തു. ഓക്കെ, എനിക്ക് താഴെ നിന്നാണ് ഈ സൈപ്പർ സ്ലൈഡിൻ്റെ ഏറ്റവും താഴെ നിന്നാണ് എനിക്കൊരു ഗ്രേഡിയൻറ്റ് വരേണ്ടത്.
അതിനുശേഷം ഞാൻ ലെഫ്റ്റും ഞാൻ എന്ത് കൊടുത്തു, ലെഫ്റ്റ് ഞാൻ 0 കൊടുത്തു. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളർ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്നത് ഒരു 200 പിക്സൽ കൊടുക്കാം. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഹൈറ്റ് എനിക്ക് 100% വേണ്ട. അതായത് സൈപ്പർ സ്ലൈഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇത് കണ്ടോ. അപ്പോൾ നമ്മളത് കൊടുത്തപ്പം ഈ ടോപ്പ് മുതൽ ബോട്ടം വരെ നമുക്ക് എന്ത് വേണ്ട, ഹൈറ്റ് വേണ്ട, നമുക്ക് കുറച്ച് ഭാഗം മതി. അപ്പോൾ ഞാനിവിടെ ഒരു 300 പിക്സൽ കൊടുത്തു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ 200 പിക്സലാണ് കൊടുത്തത്. ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിപ്പോൾ തൽക്കാലം ഒരു ഗ്രീൻ കളർ കൊടുത്ത് കാണിച്ചു തരാം. കണ്ടോ, ആ ഒരു സൈപ്പർ സ്ലൈഡിൻ്റെ ഓക്കെ ആദ്യം ഞാൻ 100% കൊടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതുപോലൊരു എഫക്റ്റ് നമുക്ക് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ബിഫോറും ആഫ്റ്ററും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം വിഡ്ത്ത് 100%, ഹൈറ്റ് 100% കൊടുത്തു, പൊസിഷൻ കൊടുത്തു അല്ലേ. അതിനുശേഷം നമ്മൾ ബോട്ടം സെറ്റ് ചെയ്തു, ലെഫ്റ്റ് കൊടുത്തിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു കഴിഞ്ഞപ്പം കണ്ടില്ലേ നമുക്കൊരു ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ വന്നു. പക്ഷേ നമുക്ക് ഇത്രയും ഹൈറ്റ് വേണ്ട, സത്യം പറഞ്ഞാൽ നമുക്ക് ഇത്രയും ഹൈറ്റ് വേണ്ട. നമ്മുടെ ഇവിടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കൊരു 300 പിക്സൽ ഹൈറ്റ് മതി. 300 പിക്സൽ ഹൈറ്റ് കൊടുത്തു. 300 പിക്സൽ 300ൻ്റെ കുറച്ചുകൂടെ കൊടുക്കാം, കാരണം എനിക്ക് 300 മതി. ഓക്കെ, ഇനി ഈ ഗ്രീൻ കളർ മാറ്റിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ലീനിയർ ഗ്രേഡിയൻറ്റ് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് കളറിന് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബാക്ക്ഗ്രൗണ്ടിന് മാത്രമേ എന്ത് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലീനിയർ ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ലീനിയർ ഗ്രേഡിയൻറ്റ് പറഞ്ഞു കൊടുത്തു. ഇത്തവണ നമുക്ക് വേണ്ടത് ടു ടോപ്പാണ്, അതായത് ബോട്ടത്തിൽ നിന്ന് ടോപ്പിലേക്കാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ താഴെ ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലേക്ക് എനിക്കൊരു ഗ്രേഡിയൻറ്റ് വരണം. നമ്മളിപ്പം മുകളിൽ എങ്ങനെയാണ് ചെയ്തത്, മുകളിൽ നിന്ന് താഴേക്ക് എനിക്കൊരു ഗ്രേഡിയൻറ്റ് വന്നു. സെയിം പോലെ തന്നെ എനിക്ക് താഴെ നിന്ന് മുകളിലേക്കൊരു ഗ്രേഡിയൻറ്റ് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ടു ടോപ്പ്, എനിക്ക് ടോപ്പിലേക്കൊരു ഗ്രേഡിയൻറ്റ് വേണം അല്ലേ. അതിനുശേഷം നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, RGB എന്ന് പറയുന്ന കളർ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് വേണ്ടത് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഞാൻ 0 0 0 കോമ ഫുൾ ഫുൾ ബ്ലാക്ക് കാണണം. ഏറ്റവും അടിയിൽ എനിക്ക് നല്ല തിക്കായിട്ടുള്ള ബ്ലാക്ക് കാണണം. അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി എന്ന് പറയുന്നത് ഞാൻ 1 കൊടുത്തു. ഇനി അത് സ്റ്റാർട്ട് ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് 0% ആണ്, ഏറ്റവും താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ഞാൻ കോമ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ കളർ ഞാൻ സെലക്ട് ചെയ്തു, RGB എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ പറഞ്ഞു കൊടുത്തു 0 0 0. പക്ഷേ മുകളിലേക്ക് ചെല്ലുന്തോറും എനിക്ക് ഒപ്പാസിറ്റി എന്ത് ചെയ്യണം, നല്ലതുപോലെ കുറയണം അല്ലേ, എന്നാലല്ലേ ആ ഗ്രേഡിയൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഒപ്പാസിറ്റി ഫുൾ 0 ആക്കി കൊടുത്തു. അതായത് ആദ്യത്തെ 3 കളർ എന്താണ്, ഏത് കളറാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ കളർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആ ഒരു ഒപ്പാസിറ്റിയാണ്. ഓക്കെ, അതിൻ്റെ ഒരു ട്രാൻസ്പെറൻസിയാണ്. അപ്പം ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് എനിക്ക് 100%ലേക്ക് വേണം. ഓക്കെ, അപ്പോൾ 0 to 100%. അപ്പോൾ ഞാനിത് സേവ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഇത് കണ്ടല്ലേ, ഈ ഒരു കളർ കുറച്ച് ഡാർക്കാണ് കണ്ടില്ല. ഇവിടെ ഓൾറെഡി ഒരു ഗ്രേഡിയൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഓൾറെഡി ഇവിടെ ഒരു ഗ്രേഡിയൻറ്റ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആ ഒരു സൈപ്പറിൻ്റെ ഹീറോയ്ക്കകത്ത് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹീറോയ്ക്കകത്തുള്ള ഇൻഫോയ്ക്ക് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹീറോ ഇൻഫോ. ഓക്കെ, അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളർ എനിക്കിനി ആവശ്യമില്ല. ഈ ബോർഡർ റേഡിയസ് എനിക്ക് ആവശ്യമില്ല അല്ലേ. ഈ പാഡിങ് എനിക്ക് മൊത്തത്തിലൊരു 20 പിക്സലിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, കൊടുത്തു. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന്. കണ്ടോ, ഇവിടെ ഒരു ഗ്രേഡിയൻറ്റ് വന്നിട്ടില്ലേ. ഓക്കെ, ഗ്രേഡിയൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഹൈറ്റ് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. ഞാനിവിടെ ഹൈറ്റ് കൂട്ടി കൊടുക്കുമ്പോൾ ആ ഒരു ഗ്രേഡിയൻറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ആ ഒരു ഇത് വരുന്നുണ്ടോ? കണ്ടോ, ആ ഒരു ഗ്രേഡിയൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. നമുക്കൊരു 500 പിക്സൽ കൊടുക്കാം അതിന് മുമ്പ്. ഓക്കെ, ഇതിൻ്റെ ബോട്ടം നമുക്കൊരു
30 പിക്സലായിട്ട് കൊടുക്കാം. ഞാൻ ബാക്കിയുള്ള വാല്യൂസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു കേട്ടോ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രേഡിയൻറ്റ് ഒന്ന് കൂട്ടി കൊടുക്കുകയാണ്. ഒരു 500 പിക്സൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ഗ്രേഡിയൻ്റ്. അപ്പം നമുക്ക് ടെക്സ്റ്റിൻ്റെ ആ ഒരു വിസിബിലിറ്റി കുറച്ചുകൂടി ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമുക്കിനി ഇതിനെ കുറച്ച് വേണമെങ്കിൽ താഴോട്ടൊന്ന് ഇറക്കാം. അപ്പം നമ്മളിവിടെ വന്ന് ഇൻസ്പെക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറോ ഇൻഫോ എന്ന് പറയുന്നതിൻ്റെ ബോട്ടം ഇപ്പോൾ ഇത്രയാണ്. നമുക്ക് ഇത്രയും വേണ്ട, ഒരു 50 പിക്സൽ കൊടുക്കാം. അതിനുശേഷം സത്യം പറഞ്ഞാൽ പാഡിങ്ങിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ബോട്ടം നമുക്ക് ഇത്രയും സെറ്റ് ചെയ്ത് കൊടുക്കാം. ബോട്ടം 70യും പാഡിങ് നമുക്ക് ഓക്കെ ഇത്രയും കൊടുക്കാം. ബോട്ടം 80യും പാഡിങ് നമുക്ക് 0യും സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഹീറോ ഇൻഫോ, ആ ഒരു ഹീറോ ഇൻഫോയ്ക്കകത്ത് വന്നിട്ട് നമുക്ക് പാഡിങ് നമ്മൾ 0 കൊടുത്തതിന് ശേഷം ബോട്ടം നമ്മൾ 80 പിക്സൽ പറഞ്ഞു കൊടുത്തു. ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ടെക്സ്റ്റിന് വിസിബിലിറ്റി കുറച്ച് വരണമെങ്കിൽ എന്ത് ചെയ്യണം? കാരണം ഇപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ എന്തിനാണ് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ, ഒരു ബാക്ക്ഗ്രൗണ്ട് ഗ്രേഡിയൻ്റ് ആഡ് ചെയ്ത് കൊടുത്തത്? ഏത് ഇമേജ് വന്നാലും നമുക്കിവിടെ ടെക്സ്റ്റ് നമുക്ക് വായിക്കാൻ പറ്റണം. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരു കളർ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടെക്സ്റ്റ് വായിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കണ്ടില്ല, അതൊരു മെർജ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട്, ആ ഒരു ഇമേജും ആ ഒരു ടെക്സ്റ്റും എല്ലാം എന്ത് ചെയ്ത് നിൽക്കുകയാണ്, ഇങ്ങനെ മെർജ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും ചെയ്തതിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായോ? ഞാൻ ചെയ്തത് എന്താണെന്ന് മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പ്യുവറായിട്ട് മനസ്സിലാവുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. വേണ്ട, നമ്മളിപ്പോൾ കൊടുത്തത് സ്വൈപ്പർ സ്ലൈഡിനാണ്. ആ സ്വൈപ്പർ സ്ലൈഡിൻ്റെ നമ്മൾ എഴുതി കൊടുത്ത ആ ഒരു സംഭവം, സ്വൈപ്പർ സ്ലൈഡിൻ്റെ ബിഫോർ നമ്മളിതെടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിലുള്ള വ്യത്യാസം കണ്ടോ? ആ ടെക്സ്റ്റ് വായിക്കാൻ പറ്റുന്നുണ്ടോ ഇവിടെ? കണ്ടോ, ടെക്സ്റ്റ് വായിക്കാൻ പറ്റുന്നില്ല. നമ്മളത് എനേബിൾ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ടെക്സ്റ്റിൻ്റെ വിസിബിലിറ്റി വരുന്നത് കണ്ടോ? അപ്പം മിക്ക ഡിസൈനേഴ്സും ഇങ്ങനെ ഒരു സംഭവമായിരിക്കും ഫോളോ ചെയ്യുന്നത്. കാരണം ഞാൻ ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ആ ഒരു ഡിസൈൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ചിലപ്പം ആ ഡിസൈനറിൻ്റെ ചിന്തയിൽ അങ്ങനെ ഒരു ബോക്സ് പുള്ളി ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല വേറെ ഒരു പേജിലോ അല്ലെങ്കിൽ ഒരു എലമെൻറ്റിനും. അപ്പോൾ നമ്മുടെ നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരിക്കലും ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൊടുത്ത് ബോർഡർ റേഡിയസ് ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇപ്പോൾ മോഡേണായിട്ട് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരു ഓവർലേ എന്നാണ് ഇതിന് പറയുന്നത്. മനസ്സിലായോ? ഈ ഓവർലേ എന്ന് പറയുന്ന കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊരു ഡിവിനും നമുക്ക് എന്ത് എഴുതി കൊടുക്കാൻ പറ്റും? ഈ ഒരു ഓവർലേ എഴുതി കൊടുക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? ഇനി ഇവിടെ അപ്പോൾ ഇത് കണ്ടോ, നമ്മളിവിടെ സെഡ് ഇൻഡെക്സ് എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇവിടെ 1 ആക്കി കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പൊസിഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? സെഡ് ഇൻഡെക്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സെഡ് ഇൻഡെക്സ് ഇവിടെ -1 കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ പോകും, ആ സ്വൈപ്പർ സ്ലൈഡിൻ്റെ ബാക്കിലേക്ക് പോകും. 0 ആണ് ഇപ്പോൾ ഡിഫോൾട്ട് ഉള്ളത്. ഇനിയിപ്പോൾ 1 ആണെങ്കിൽ അത് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും മുകളിലേക്ക് വരും. കണ്ടോ? അപ്പോൾ അത് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ എക്സ്പീരിയൻസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത്? ഇതാണോ ഇഷ്ടപ്പെട്ടത് അതോ ഇതിന് മുമ്പുള്ള ആ ഒരു ബോക്സ് ആണോ ഇഷ്ടപ്പെട്ടത്? ഇതാണ് കുറച്ചുകൂടി ഒന്ന് മെർജ് ചെയ്ത് നിൽക്കും അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ചെയ്തത് നമ്മൾ മറ്റൊരു കാര്യം നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഇത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്? മൊബൈലിലാണ് മീഡിയ ക്യൂറിക്കകത്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പക്ഷേ ഈ ഒരു ഡിസൈൻ പ്രകാരം
നമുക്കിത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. മറ്റുള്ള ഇമേജിലേക്ക് വരുമ്പോൾ ഓക്കെ, വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ആ ലീനിയർ ഗ്രേഡിയൻറ്റ് കിടക്കുന്നത് കൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നും സത്യം പറഞ്ഞാൽ സംഭവിക്കുന്നില്ല. കുറച്ചുകൂടി ഒരു വിസിബിലിറ്റി വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ അപ്പം ആഫ്റ്ററും ബിഫോറും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആഫ്റ്ററും ബിഫോറിലും? നമുക്ക് അടുത്ത മീഡിയ ക്വറിയിലേക്ക് കടക്കാം, അത് എന്തെങ്കിലും സംശയം ഇല്ല എന്നുണ്ടെങ്കിൽ. ബിലാലിനോ സെബിനോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? വിഷ്ണു പോയോ? ഓക്കെ, വിഷ്ണു എനിക്ക് തോന്നുന്നു എന്തോ എക്സിറ്റ് ആയി തോന്നുന്നുണ്ട്, എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു മീഡിയ ക്വറിയുടെ ബാക്കി കൂടി ഒന്ന് പഠിക്കാം. അപ്പോൾ നമ്മളിപ്പം മൊബൈലിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ഐപാഡിലേക്ക് പോവാം. ഓക്കെ, ഐപാഡിൽ വരുമ്പം എന്തൊക്കെയാണ് പ്രശ്നം? ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, മൊബൈലിൻ്റെ അത്രയും പ്രശ്നമൊന്നുമില്ല, പക്ഷേ എന്നിരുന്നാലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിപ്പോഴും മറ്റൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, mobile.css അല്ലെങ്കിൽ മീഡിയ ക്വറി .css എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഞാൻ സെയിം ഫയലിൽ തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊബൈലിൽ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്തതിൻ്റെ കൂട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വന്നിട്ട് നമ്മൾ ഓരോ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഓക്കെ, സോൾവ് ചെയ്ത് ഓക്കെ. ഇനിയിപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഈ ടെക്സ്റ്റും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ മെനു ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മെനു അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ LIയുടെ നമുക്ക് ഈ ഒരു LI അല്ല, ഈ ആങ്കർ ടാഗിൻ്റെ പാഡിംഗ് ഇല്ലേ, പാഡിംഗ് അല്ല, മാർജിൻ കുറച്ച് കൂടുതലാണ്. അത് നമുക്ക് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കാം. നമുക്ക് അത്രയും വേണ്ട, നമുക്കൊരു 8 പിക്സൽ മതി അല്ലേ. അപ്പോൾ നമ്മൾ ഈ നാവ് ബാർ എക്ക് നമ്മൾ 8 പിക്സൽ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ വന്നു, നാവ് ബാറിൻ്റെ എ തപ്പിപ്പോവാണ്. ഹെഡറായിട്ട് മുകളിലാണ്. ഓക്കെ, നാവ് ബാറിൻ്റെ എ കണ്ടോ, നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഇതുപോലുള്ള ബഗ്സും ഫിക്സസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ക്ലാസ് കണ്ടുപിടിക്കാനും പെട്ടെന്ന് CSS ഒക്കെ ആഡ് ചെയ്യാനായിട്ട് വേറെ മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നമുക്കിപ്പോൾ തൽക്കാലം ഒരു ബിഗിനർ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ നമുക്ക് പോവാം. ഓക്കെ, ഈ നാവ് ബാർ എക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഒരു മീഡിയ ക്വറി പറഞ്ഞു കൊടുക്കണം. കാരണം നമുക്ക് ഈ മാർജിനാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയൊരു കാര്യം, എനിക്ക് വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു തരാനുണ്ട്. അപ്പം ഞാൻ തൽക്കാലം നമുക്ക് ഈ ഒരു ഹെഡറിൻ്റെ ഈ വോക്സ് വാഗൻ ഇല്ല, ഈ ഫോക്സ് വാഗൻ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം ഹീറോ ഇൻഫോ, കാരണം എനിക്ക് വേറൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി മനസ്സിലാവണം. ഓക്കെ, ഇപ്പം നമുക്കറിയാം ഹീറോ ഇൻഫോ H1 എന്തുണ്ട്? ഫോൺ സൈസ് 74 ഉണ്ട്. എവിടെ? ഡെസ്ക്ടോപ്പിൽ. ഹീറോ ഇൻഫോ H1 മൊബൈലിൽ ഫോൺ സൈസ് എന്ന് പറയുന്നത് 34 അല്ലേ. ഇനി എനിക്ക് ഈ ഒരു ടാബ്ലറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് 768 മുതലാണ് അല്ലേ. 760 ഓക്കെ 768 മുതലാണ് വിഡ്ത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ടാബ്ലറ്റിൻ്റെ ഒരു വിഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 991 പിക്സൽ വരെ ആയിരിക്കും നമ്മളതിൽ കൺസിഡർ ചെയ്യുന്നത്. അപ്പം 768 പിക്സലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടാബ്ലറ്റ് മിക്ക ടാബ്ലറ്റിൻ്റെയും ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 991 പിക്സൽ വരെ ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സൈസ് ആയതുകൊണ്ട് നമ്മളിവിടെ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് മാക്സിമം വിഡ്ത്ത്. പിന്നെ നമ്മൾ മാക്സിമം വിഡ്ത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം വിഡ്ത്ത് 767 പകരം നമ്മൾ
ഒരു 991 പിക്സൽ കൊടുത്തു. അതിന് ശേഷം ഞാനിവിടെ വന്നിട്ട് ഫോൺ സൈസ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. എനിക്കൊരു ഇത്രയും ഫോൺ സൈസ് വേണ്ട, എനിക്കൊരു ഇത്രയൊന്നും ഇതിൻ്റെ കൊടുക്കുന്നത് എന്തോ ക്ലാസ് സോറി, താങ്ക് യു. ഓക്കെ, ഇതിന് നമ്മൾ ഒരു ഫോൺ സൈസ് നമ്മളൊരു 32 പിക്സൽ കൊടുത്തു എന്നിരിക്കട്ടെ. ഓക്കെ, നമ്മളിവിടെ വന്നു. നമ്മളിവിടെ ഒരു 32 വളരെ കുറവാണ്, നമ്മളൊരു 42 കൊടുത്തു. ഓക്കെ, 42 പിക്സൽ കുഴപ്പമില്ല. ലൈൻ ഹൈറ്റും നമ്മൾ 42 പിക്സൽ കൊടുത്തു. 42 അല്ല, ഒരു 54 പിക്സൽ കൊടുക്കാം. ഓക്കെ, ഇവിടെ വന്ന് ഓക്കെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നലെ പഠിച്ചത് പ്രകാരം മാക്സ് വിഡ്ത്ത് എന്ന് പറയുന്നത് 991 പിക്സലാണ്. അതായത് 0 മുതൽ 991 പിക്സൽ വരെയുള്ള അല്ലേ ഡിവൈസിലെല്ലാം എന്ത് വർക്ക് ചെയ്യും? ഈ ഫോൺ സൈസ് 42 വർക്ക് ചെയ്യും, ഈ ലൈൻ ഹൈറ്റ് 54 വർക്ക് ചെയ്യും അല്ലേ, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ വന്നു, ഞാനിത് ഒന്നുകൂടി ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തേനകത്ത് നമുക്ക് എന്ത് കീപ്പ് ചെയ്യാം? നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു iPhone 6, 7, 8 പ്ലസ് കീപ്പ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഒരു ടാബ്ലറ്റ് കൂടി നമുക്ക് കീപ്പ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് നമ്മൾ ഐപാഡ് കൊടുത്തു. അതിനുശേഷം ഇവിടെ വന്നു സെറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഐപാഡ് സെറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ ഞാനിവിടെ യെല്ലോ കൊടുത്തു. അതായത് ഇത് നമ്മളിപ്പോൾ എഴുതി കൊടുക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ടാബ്ലറ്റ് ഐപാഡിന് വേണ്ടിയിട്ടാണ്. സോറി, ഐപാഡ് CSS ആണിത്. ഓക്കെ, ഐപാഡ് CSS ആണ്. ഇതെന്ന് പറയുന്നത് മൊബൈൽ CSS ആണ്. ഞാനിവിടെ വന്നു, ഞാൻ മൊബൈൽ CSS എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പ് CS ആണ്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇത് ഡെസ്ക്ടോപ്പ് CS ആണ്, സംശയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 3 CSS ഇവിടെ ഉണ്ട്. ഡെസ്ക്ടോപ്പ് ഉണ്ട്, മൊബൈലുണ്ട്, ഐപാഡ് ഉണ്ട്. ഇവിടെ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറ് യെല്ലോ കൊടുത്തു. ഇനി ഞാനിവിടെ വന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളറ് ഞാനൊരു ഗ്രീൻ കൊടുത്തു. ഓക്കെ, ഡെസ്ക്ടോപ്പിന് ഞാൻ പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്നു, നമുക്ക് ഡെസ്ക്ടോപ്പിന് പ്രത്യേകിച്ച് കളറൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവിടെ കളറൊന്നും മാറിയിട്ടില്ല. ഇനി ഞാനിവിടെ വന്നിട്ട് നോക്കുമ്പം എന്ത് വന്നു? ഗ്രീൻ കളർ അല്ല, ഒരു യെല്ലോ കളർ വന്നു. കാരണം നമ്മൾ ഐപാഡിൻ്റെ മാക്സിമം വിഡ്ത്ത് 991 പിക്സൽ വരെ നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഇത് ബിലാലിൻ്റെ വീഡിയോ ആണോ? ബിലാൽ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടോ? ഓക്കെ, ഓക്കെ, നമ്മൾ യെല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നു ഐപാഡിൽ, പക്ഷേ നമ്മൾ മൊബൈലിൽ കൊടുത്തിട്ടുള്ളത് ഗ്രീനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം. ഐപാഡിൽ യെല്ലോ വന്നിട്ടുണ്ട്, പക്ഷേ നമ്മൾ ഇവിടെ വരുമ്പം ഇവിടെയും യെല്ലോ ആണ് വന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ മൊബൈലിൽ പറഞ്ഞു കൊടുത്തത് എന്താണ്? ഗ്രീൻ കളറാണ് പറഞ്ഞു കൊടുത്തത്. മാക്സിമം വിഡ്ത്ത് 767 നമ്മൾ പറഞ്ഞു കൊടുത്തത് ഗ്രീനാണ്, പക്ഷേ യെല്ലോ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉത്തരം ആർക്കെങ്കിലും അറിയാമോ? ആർക്കെങ്കിലും അറിയാമോ? ഹലോ, ആരെങ്കിലും ഉണ്ടോ? കേൾക്കാനായിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കാനായിട്ടുണ്ടോ? ഓക്കെ, അല്ല, ഇതിൻ്റെ ഉത്തരം അറിയാമോ? എന്തുകൊണ്ടാണ് നമ്മൾ മൊബൈലിൽ നമ്മൾ ഗ്രീൻ കളർ കൊടുത്തിട്ട് അതായത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമുക്ക് 3 CSS ഉണ്ട്. ഡെസ്ക്ടോപ്പ് CSS ഉണ്ട്, പിന്നെ മൊബൈൽ CS ഉണ്ട്, പിന്നെ ഐപാഡ് CSS ഉണ്ട്. അപ്പം ഡെസ്ക്ടോപ്പിനകത്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. മൊബൈലിനകത്ത് ഞാനൊരു ഗ്രീൻ കളർ സെറ്റ് ചെയ്തു. അതായത് മാക്സിമം വിഡ്ത്ത് 767. ഇനി മാക്സിമം വിഡ്ത്ത് 991 പിക്സൽ ആയപ്പോൾ ഞാനൊരു യെല്ലോ കളർ സെറ്റ് ചെയ്ത് കൊടുത്തു. പക്ഷേ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഡെസ്ക്ടോപ്പിൽ നമ്മൾ കളറൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് അവിടെ കളറൊന്നും വന്നിട്ടില്ല. പക്ഷേ
ഇവിടെ നമ്മൾ നോക്കുമ്പം എന്ത് പറ്റി, കളറ് യെല്ലോ വന്നു, കാരണം നമ്മൾ യെല്ലോ ആണ് പറഞ്ഞു കൊടുത്തത്. പക്ഷേ മൊബൈലിൽ വന്നപ്പം ഗ്രീൻ ആണ് വരേണ്ടത്, പക്ഷേ യെല്ലോ വന്നു. എന്തുകൊണ്ടാണ്? അത് 767 തുടങ്ങി എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. 767 അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, 767 വരെ. ഇത് 991 പിക്സൽ വരെ. എടുത്തില്ല. എന്തോ? ഓക്കെ, ഞാൻ നിങ്ങളെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. അപ്പം നമ്മളിവിടെ CSSൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും CSS നമ്മൾ എഴുതി കൊടുത്ത ഈ CSS ബ്രൗസർ വായിച്ചിട്ടാണല്ലോ ഇതിൻ്റെ റിസൾട്ട് ബ്രൗസറിൽ കാണിക്കുന്നത്. അപ്പോൾ ബ്രൗസറിൽ എപ്പോഴും CSS വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേന്ന് ഇങ്ങനെ വായിച്ച് വരും. മനസ്സിലായോ? ഇങ്ങനെ വായിച്ച് വരുന്നത് എന്താണോ കണ്ടുപിടിക്കുന്നത് അതാണ് നമ്മൾ ആ ഒരു ബ്രൗസർ CSS ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോ എലമെൻറ്റിനെയും നമ്മൾ CSS ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം, ബ്രൗസർ ഇങ്ങനെ വായിച്ച് വരുമ്പം ഓക്കെ ഡെസ്ക്ടോപ്പിൽ കളറൊന്നും കൊടുത്തിട്ടില്ല, ഓക്കെ വേറെ കുഴപ്പമൊന്നുമില്ല. താഴേക്ക് വരുമ്പം മാക്സിമം വിഡ്ത്ത് 767 പിക്സൽ വരെ, 767 പിക്സൽ വരെ വിഡ്ത്തുള്ള ഡിവൈസിന് ഗ്രീൻ കളർ കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ടും ബ്രൗസർ അവിടെ നിൽക്കുമല്ലോ, താഴേക്ക് നോക്കും വേറെ എന്തെങ്കിലും CSS കൂടി കാണിക്കാനുണ്ടോ എന്ന്. അപ്പോൾ താഴേക്ക് വീണ്ടും നോക്കുമ്പം ഇവിടെ മാക്സ് വിഡ്ത്ത് 991 പിക്സൽ വരെയാണ്. അത് 0 മുതൽ 991 പിക്സലിനകത്തുള്ള ഡിവൈസാണ് അല്ലേ? അപ്പോൾ ഇവിടെ ബ്രൗസറിന് മനസ്സിലായി ഈ സംഭവം എന്താണ്, ഇതിൽ വരുന്ന ആൾക്കാർ ഇതിലും വരും. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ മീഡിയ ക്വയറിയിൽ വരുന്ന ആൾക്കാർ ഡിവൈസ് ഇതിലും വരും. കാരണം എന്ന് വെച്ചാൽ മാക്സിമം വിഡ്ത്ത് 767 പിക്സൽ എന്ന് പറഞ്ഞു അല്ലേ? ഇത് മാക്സിമം വിഡ്ത്ത് 991 പിക്സൽ എന്ന് പറഞ്ഞു. അതായത് 0 മുതൽ 991 പിക്സൽ വരെ അല്ലേ? അപ്പം ഈ എന്തെങ്കിലും സംശയം ഉണ്ടോ? അതായത് ഇതിപ്പോ മാക്സിമം 767 വരെ വരുമ്പോഴാണല്ലോ 768 മുതൽ 991 വരെ എല്ലാം. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ. ഞാൻ 768 മുതലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനിപ്പോഴും അതിലേക്ക് നമ്മൾ വരാൻ പോവാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 767 പിക്സൽ വരെ എന്ന് പറയുമ്പം ഗ്രീൻ കളറിന് പകരം യെല്ലോ കളർ വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. അതിനർത്ഥം മാക്സ് വിഡ്ത്ത് കുറച്ചുകൂടി ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തത്. അതായത് 767 പിക്സൽ 0 മുതൽ 767 പിക്സൽ വരെയുള്ള ഡിവൈസിന് ഗ്രീന്. പക്ഷേ നമ്മൾ നോക്കുമ്പം ഈ 767 എന്ന് പറയുന്നത് 991 പിക്സലിനകത്തുള്ള സംഭവമല്ലേ അല്ലേ? അപ്പം ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ കൊടുത്തത് അതെടുക്കത്തില്ല. കാരണം എന്ത് പറ്റും, ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ എടുക്കും. കാരണം 767 പിക്സൽ വരെ എന്ന് പറയുമ്പോൾ ആ 767 പിക്സൽ ഈ 991 പിക്സലിനകത്തുള്ള ഒരാളാണ് അല്ലേ? അപ്പം അതുകൊണ്ടാണ് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ യെല്ലോ എടുത്തത്. ഇവിടെ യെല്ലോ എടുത്തു, ഇവിടെയും യെല്ലോ എടുത്തു. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്കിവിടെ ഐപാഡിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയല്ല എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇവിടെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ ഐപാഡിൻ്റെ CSS ഞാൻ ഇവിടുന്ന് കട്ട് ചെയ്തു, ഈ മൊബൈൽ CSSൻ്റെ മുകളിൽ എടുത്തിട്ടു. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ സേവ് ചെയ്തു. ഇനി ഞാൻ വന്നിട്ട് ഇവിടെ കൊടുക്കുമ്പം കണ്ടില്ലേ, ഇവിടെ ഗ്രീൻ കളർ വന്നു, ഇവിടെ യെല്ലോ കളർ വന്നു. കണ്ടോ? അപ്പം ഇപ്പോൾ ബിലാൽ പറഞ്ഞത് അങ്ങനെയല്ലേ എഴുതി കൊടുക്കണ്ടേ എന്ന് പറയുമ്പം നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ചിന്തിക്കാം. കണ്ടോ? ഇപ്പം ഞാൻ സെയിം കോഡ് തന്നെ ഒന്ന് എന്ത് ചെയ്തു, സ്വാപ്പ് ചെയ്തു. അതായത് ഐപാഡിൻ്റെ CSS ഞാൻ മുകളിൽ കൊണ്ടിട്ടു, മൊബൈലിൻ്റെ CSS നമ്മൾ താഴെ കൊണ്ടിട്ടു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ മീഡിയ ക്വയറി എഴുതുമ്പം മൊബൈൽ CSS എപ്പോഴും എന്ത് ചെയ്യുക, താഴെ ഇടുക. ഐപാഡിൻ്റെ CSS നമ്മൾ മുകളിലിടുക. ഐപാഡ് പ്രോയുടെ CSS അതിൻ്റെ മുകളിലിടുക. പിന്നെ ഡെസ്ക്ടോപ്പിൻ്റെ CSS നമ്മൾ ഏറ്റവും മുകളിലിടുക. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതിനനുസരിച്ച് നമ്മൾ മേളിലായിട്ട് പോവുക. ഓക്കെ, കാരണം ചിലവർ ഇങ്ങനെ മീഡിയ ക്വയറി എഴുതി എന്ത് ചെയ്യാനുണ്ട്,
ഐപാഡിനെ നോക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? മീഡിയ ക്വയറി പറയുകയാണ് മാക്സിമം എടുത്ത് 991 മിൻ മാക്സ് യൂസ് ആക്കണ്ടേ. വിഷ്ണുവി പറയാണ് മിൻ മാക്സ് യൂസ് ആക്കാം. നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ഈ മാക്സ് വിഡ്ത്തിൻ്റെ ആ ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് തുടക്കക്കാർക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമ്മൾ ഓപ്പോസിറ്റ് വേയിൽ എഴുതിയപ്പം തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നു. 991 നമ്മൾ യെല്ലോ എഴുതി, 767 നമ്മൾ ഗ്രീൻ എഴുതി. പക്ഷേ രണ്ടിലും ആദ്യം വന്നത് എന്തായിരുന്നു? യെല്ലോ തന്നെയായിരുന്നു. അതെന്തുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ ബ്രൗസർ ഇങ്ങനെ വായിച്ച് വരുമ്പം 991 പിക്സൽ വരെയുള്ള ആൾക്ക് എന്ത് കൊടുക്കണം? യെല്ലോ കൊടുക്കണം. അപ്പം 991 പിക്സൽ വരെയുള്ള ആൾക്ക് യെല്ലോ കൊടുത്തു. ഇനി താഴേക്ക് പിന്നെയും വായിച്ച് വരുമ്പം അടുത്ത മൊബൈലിൻ്റെ CS എടുക്കുന്നു. ഇത് മാക്സിമം എടുത്ത് 767 പിക്സലാണ്. മുമ്പത്തെ കൂട്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ 767 പിക്സൽ എന്ന് പറയുന്നത് 991 പിക്സലിനകത്തുള്ള ആളാണ്. പക്ഷേ ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിനെ ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഓവർ റൈറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ താഴെയല്ലേ ഇത് കിടക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ബാക്ക്ഗ്രൗണ്ട് കളറിനെ ഇവിടെ ഓവർ റൈറ്റ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഗ്രീൻ കളർ കാണിച്ചു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, ഇത് തിരിച്ചായിരുന്ന സമയത്ത് അവസാനം കടന്നിരുന്ന കളർ എന്തായിരുന്നു? ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആയിരുന്നു. ഇത് താഴെ ആയിരുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ ആണ്. അപ്പോൾ 991 പിക്സലിനകത്തുള്ള ആൾ തന്നെയാണ് 767 പിക്സൽ. അപ്പം ഈ ഒരു ഗ്രീനിനെ എന്ത് ചെയ്തു? ഓവർ റൈറ്റ് ചെയ്തിട്ട് യെല്ലോ കൊടുത്തു. അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്കിവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. മാക്സ് വിഡ്ത്ത് തന്നെ രണ്ടും സെറ്റ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മീഡിയ ക്വയറി ഉണ്ട്. ഈ ഒരു മീഡിയ ക്വയറി കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം കിട്ടും. അപ്പോൾ നമുക്ക് 2 വാല്യൂ പാസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ അറിയാവുന്നൊരു കാര്യം, മൊബൈലിൻ്റെ നമ്മൾ പറഞ്ഞു 767 പിക്സൽ വരെയാണ്. അപ്പോൾ 768 പിക്സൽ മുതൽ അപ്പോൾ നമ്മൾ പറയാം മിൻ വിഡ്ത്ത്. ഓക്കെ, സോറി, ഇതിനകത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം മിൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 767 അല്ലെങ്കിൽ 768 പിക്സൽ മുതൽ. ഓക്കെ, മിനിമം എടുത്ത് 768 പിക്സൽ മുതലാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കണം? ബാക്ക്ഗ്രൗണ്ട് കളറ് യെല്ലോ കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒന്ന് സേവ് ചെയ്തു. അപ്പോൾ നമുക്ക് ആദ്യം മൊബൈൽ നോക്കാം. ഓക്കെ, ഗ്രീൻ കളർ തന്നെ വന്നിട്ടുണ്ട്. നമ്മുടെ ഇതിൽ വരുമ്പോൾ നമുക്ക് യെല്ലോ കളർ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഡെസ്ക്ടോപ്പിൽ വന്ന് നോക്കുമ്പോൾ കണ്ടില്ല, അവിടെയും നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? യെല്ലോ കളർ വന്നിട്ടുണ്ട്. അപ്പം അതെന്തുകൊണ്ടാണ്? മിൻ വിഡ്ത്ത് അപ്പം എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കണം. മാക്സിമം വിഡ്ത്ത് ഞാൻ പറഞ്ഞു 0 മുതൽ 767 പിക്സൽ വരെ. അപ്പോൾ 0യ്ക്കും 767 പിക്സലിനും ഇടയ്ക്ക് വരുന്നവർക്കെല്ലാം ആ ഒരു പ്രോപ്പർട്ടി പറഞ്ഞു കൊടുക്കും. ഈ മിൻ വിഡ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്. അതായത് ഇതിൻ്റെ അർത്ഥം 0 മുതൽ 768 പിക്സൽ വരെ എന്നല്ല, 768 പിക്സൽ മുതൽ. മനസ്സിലായോ? 768 പിക്സൽ മുതൽ. മനസ്സിലായോ? അതാണ് ഇപ്പോൾ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ റാങ്ക് പറയത്തില്ലേ. അതായത് 600-ൽ നമുക്ക് 550 മാർക്ക് മുതൽ 600 മാർക്ക് വരെ ഉള്ളവർക്ക് ഫസ്റ്റ് റാങ്ക്, 500 മുതൽ 550 വരെ ഉള്ളവർക്ക് സെക്കൻഡ് റാങ്ക്, അങ്ങനെ പറയത്തില്ലേ. ആ മുതൽ എന്ന് പറയുന്ന ആ ഒരു വേർഡ് നിങ്ങൾ ആ ഒരു മാർക്കുമായിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതാണ് ഈ 768 പിക്സൽ മുതൽ എന്ന് പറയുന്നത്. എന്തെങ്കിലും സംശയമുണ്ടോ? പിന്നെ മിൻ വിഡ്ത്ത് ഞാൻ പറഞ്ഞില്ല, ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ മീഡിയ ക്വയറി എഴുതിക്കൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. അതായത് ഞാൻ ഡെസ്ക്ടോപ്പ് ആദ്യം ചെയ്യും, പിന്നെ ഞാൻ മൊബൈൽ ചെയ്യും, പിന്നെ ഞാൻ ടാബ്ലറ്റ് ചെയ്യും. പക്ഷേ ഞാൻ ഇപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ആദ്യം ചെയ്യുന്നത് മൊബൈലാണ്. മനസ്സിലായോ? മൊബൈൽ CSS ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ CSS എഴുതിയിട്ട് പിന്നെ ടാബ്ലറ്റിൻ്റെ ഐപാഡ് പ്രോ ഒക്കെ ചെയ്തിട്ട് പിന്നെ ഡെസ്ക്ടോപ്പിലേക്ക് വരുമ്പം ഏറ്റവും കൂടുതൽ യൂസ് ആവുന്നത് നമുക്ക് മിൻ വിഡ്ത്ത് ആണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഡെസ്ക്ടോപ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യും. അത് ഇത് ശീലിച്ച് വന്നവർക്ക് കുറച്ച് പാടാണ് കേട്ടോ. കാരണം എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. പക്ഷേ ഇതിനെ നമ്മൾ മൊബൈൽ ഫസ്റ്റ് മീഡിയ ക്വയറി എന്നാണ് പറയുന്നത് കേട്ടോ.
ഇതിനെയല്ല ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുറേ റിസർച്ചിൽ പറയുന്നുണ്ടായിരുന്നു മൊബൈൽ ഫസ്റ്റ് മീഡിയ ക്വയറിയാണ് നിങ്ങൾ എഴുതേണ്ടത്. മനസ്സിലായോ? അതിനുള്ള ഒരു കാരണം അവർ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നമുക്കൊരു ഡിസൈൻ ഉണ്ട്. ഓക്കെ, അതിനകത്ത് 3 കോളം ഉണ്ടെന്ന് വെച്ചിട്ടോ ഇരുന്നോട്ടെ. ഡെസ്ക്ടോപ്പിൽ 1, 2, 3 കോളം ഉണ്ട്. ഓരോ കോളത്തിനകത്തും ഒരു ഐക്കൺ, ഒരു ടൈറ്റിൽ, ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു ഐക്കൺ, ഒരു ടൈറ്റിൽ, ഒരു ഡിസ്ക്രിപ്ഷൻ, അങ്ങനെ 3 സംഭവമുണ്ട് ഡെസ്ക്ടോപ്പിൽ. പക്ഷേ മൊബൈലിൽ വരുമ്പം നമ്മളപ്പോൾ ആദ്യം ഡെസ്ക്ടോപ്പിൽ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷേ മൊബൈലിൽ വരുമ്പോൾ നമുക്ക് അതിനെ 3 എണ്ണത്തിനെയും കൂടെ ഒരു ഡിവൈസിൽ ഒരു റോയിൽ കാണിക്കാൻ പറ്റത്തില്ല. കാരണം 3 എണ്ണം കൂടെ ഒരു റോയിൽ ഇരിക്കത്തില്ല. കാരണം മൊബൈലിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡെസ്ക്ടോപ്പിന് എഴുതി കൊടുത്ത CSS എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? റീസെറ്റ് ചെയ്യണം ഈ മൊബൈലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മാക്സ് വിഡ്ത്ത് എഴുതി കൊടുത്തിട്ട് ഡിസ്പ്ലേ ഫ്ലെക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താക്കണം? ഡിസ്പ്ലേ ഫ്ലെക്സ് മാറ്റണം, അല്ലേ? ഡിസ്പ്ലേ ബ്ലോക്ക് ആക്കി മാറ്റണം. പിന്നെ നമ്മൾ ആ ഐക്കൺസിനും ബാക്കി എല്ലാത്തിനും കൊടുത്തിട്ടുള്ള ഫോൺ സൈസും ലൈൻ ഹൈറ്റും ഉള്ള സാധനങ്ങൾ നമ്മൾ ഡെസ്ക്ടോപ്പിന് എന്തൊക്കെ എഴുതി കൊടുത്തോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മൊബൈലിന് വേണ്ടിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം. അപ്പം ഒരുപാട് വർക്ക് ചെയ്യണം നമ്മൾ. പക്ഷേ അതിന് പകരം നമ്മൾ മൊബൈൽ ഫസ്റ്റ് CSS ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ആദ്യം ആ ഡിസ്പ്ലേ ഫ്ലെക്സ്, ഡിസ്പ്ലേ ബ്ലോക്ക് ആക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ മൊബൈൽ ഫസ്റ്റ് എഴുതുമ്പം നമ്മൾ ആദ്യം തന്നെ നമ്മൾ റോ ആയിട്ടാണ് നമ്മൾ മൊബൈലിന് ചെയ്തത്. പിന്നെ നമ്മൾ ഡെസ്ക്ടോപ്പിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ എന്ത് കൊടുത്താൽ മതി? ഡിസ്പ്ലേ ഫ്ലെക്സ് എഴുതി കൊടുത്താൽ മതി. അത് തന്നെ ഡയറക്ഷൻ നമ്മൾ മാറ്റി കൊടുക്കാനായിട്ട് നമ്മൾ വീണ്ടും CSS റീസെറ്റ് ചെയ്യണ്ടേ? CSS നമ്മൾ വീണ്ടും മൊബൈലിൽ എഴുതി കൊടുക്കണം, റീസെറ്റ് എഴുതി കൊടുക്കണം. മനസ്സിലായോ? പക്ഷേ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഡിസ്പ്ലേ ഫ്ലെക്സ് ഉപയോഗിക്കുന്നില്ല നമ്മൾ മൊബൈലിന് വേണ്ടിയിട്ട്. കാരണം നമ്മൾ 3 ഡിവ് എഴുതുമ്പം തന്നെ ബൈ ഡിഫോൾട്ട് എങ്ങനെയാണ് വരുന്നത്? താഴെ വരുന്നത്. അപ്പം നമ്മൾ ടാബ്ലറ്റിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പം മാത്രം നമ്മൾ എന്ത് എഴുതി കൊടുത്താൽ മതി? ഡിസ്പ്ലേ ഫ്ലെക്സ് എഴുതി കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പോൾ അവിടെ നമ്മൾ അത്രയും കോഡ് കുറഞ്ഞു. പിന്നെ ഒരുപാട് റീസെറ്റ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? സാധാരണ മൊബൈലിനൊക്കെ പറയുമ്പം ചെറിയ ഡിവൈസാണ്. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോഡ് ഒപ്റ്റിമൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു ചെറിയൊരു എക്സാമ്പിളാണ്. അപ്പം ഒരു എലമെൻറ്റിൽ തന്നെ നമ്മൾ ഒരു കോഡ് അല്ലെങ്കിൽ ഒരു 2-3 കോഡ് നമ്മൾ എലിമിനേറ്റ് ചെയ്തു മൊബൈൽ ഫസ്റ്റ് CSS നമ്മൾ എഴുതിയപ്പം. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു വലിയൊരു പ്രോജക്റ്റ്, ഒരു 50 പേജുള്ള പ്രോജക്റ്റ് ആണെങ്കിൽ എത്ര കോഡ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ഡേവിഡ് ചെറിയാൻ ബ്രോ, അതെ, ആ ടോഗിൾ ഡിവൈസിൽ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാകും. എന്താണ്? ആ ടോഗിൾ ഡിവൈസിൽ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്താൽ പെട്ടെന്ന് മനസ്സിലാവും. ഡേവിഡ്, എനിക്ക് മനസ്സിലായില്ല. അതായത് നമ്മുടെ ഡിസൈനകത്ത് ആ മൊബൈലിൽ ഇതിൻ്റെ വിഡ്ത്ത് കുറവാണെന്നാണോ പറയുന്നത്? അത് ശരിയാണ്. സത്യം പറഞ്ഞാൽ അത് നോട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഞാനത് അത്രയും ഫോക്കസ് ചെയ്തില്ല. ഇതിൻ്റെ പുള്ളി പറയുന്നത് ഇതിൻ്റെ ഫോൺ സൈസ് കുറച്ച് കൂട്ടി കൊടുക്കാനാണ് കേട്ടോ. അതാണെന്ന് തോന്നുന്നു പുള്ളി ഉദ്ദേശിച്ചത്. ഓക്കെ അപ്പം അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമ്മളിവിടെ ചെയ്ത് വന്ന കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പം നമ്മളിപ്പം മിൻ വിഡ്ത്ത് നമ്മൾ 768 പിക്സൽ കൊടുത്തു. അപ്പം 768 പിക്സൽ മുതലുള്ള എല്ലാ ഡിവൈസിലും ഇതങ്ങ് കയറി അപ്ലൈ ചെയ്യാൻ തുടങ്ങി, അല്ലേ? അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പം ഇത് 768 പിക്സലിന് മുകളിലാണ്, അല്ലേ? പിന്നെ ഈ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്നതും 768 പിക്സലിന് മുകളിലേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കൊരു ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റിന് കൊടുക്കാം, ഒരു എൻഡിങ് പോയിൻറ്റിന് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പറയണം മിൻ വിഡ്ത്ത് 768 പിക്സൽ ആൻഡ് എന്ത് ചെയ്യണം? നമ്മൾ മുമ്പേ പഠിച്ച ആ ഒരു മാക്സ് വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ എഴുതി കൊടുക്കണം. മാക്സ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 991 പിക്സൽ വരെ. അപ്പം ഇതിനർത്ഥം ഇതിനകത്തുള്ള മീഡിയ ക്വയറി, ഐപാഡ് CSSൻ്റെ മീഡിയ ക്വയറി ഇപ്പോഴാണ് പക്കയായിട്ടുള്ളത്. കാരണം നമുക്കിനി ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ഒരു വിഡ്ത്തിനിടയ്ക്ക് വരുന്ന സാധനം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, അല്ലേ? 768 പിക്സലിൽ സ്റ്റാർട്ട് ചെയ്യണം, 991 പിക്സലിൽ എൻഡ് ചെയ്യണം. ആ ഒരു കേസിൽ മാത്രമേ
ഈ ഒരു CSS അപ്ലൈ ആവുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നു റിഫ്രഷ് ചെയ്തു. ഓക്കെ, അപ്പം ഡെസ്ക്ടോപ്പിൽ അത് വർക്ക് ചെയ്യുന്നില്ല. ടാബ്ലറ്റിൽ നമുക്ക് യെല്ലോ കളർ കിട്ടി, ഇവിടെ നമുക്ക് ഗ്രീൻ കളർ കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ CSS മീഡിയ ക്വയറിയുടെ CS നമ്മൾ പക്കയാക്കി മാറ്റി. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ആവശ്യമില്ല, ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ ആവശ്യമില്ല. ഞാനത് കളറൊന്ന് സെറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു മീഡിയ ക്വയറി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതിനെ കുറച്ചുകൂടി എപ്പോഴും യൂസ് ചെയ്യേണ്ട കാരണം ഞാൻ ഈ ഒരു നോട്ട് പാഡിനകത്ത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും എഴുതേണ്ട കാര്യമില്ല. ഓക്കെ, ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഇനി നമുക്കിവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പം ഒരാൾ വന്നിട്ടുണ്ട്, ജിൻസൺ ചെയ്തോട്ടെ. ജിൻസൺ, വെൽക്കം ടു ദ ഷോ. കുറച്ച് ലേറ്റായി, കുഴപ്പമില്ല, വന്നതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ഇപ്പോൾ നമ്മൾ ഐപാഡിൻ്റെ CSസിലേക്കല്ലേ കിടക്കുന്നത്. അപ്പോൾ ഹെഡറിന് ഇവിടെ പാഡിങ്, ഭയങ്കരമായിട്ടുള്ള പാഡിങ് ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു 78 എന്നുള്ളത് നമുക്ക് കുറച്ച് കൊടുക്കാം, കുറച്ചുകൂടെ സ്പേസ് വേണം നമുക്ക്. റൈറ്റ് നമുക്കൊരു മൊത്തത്തിലൊരു, എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു 20 പിക്സൽ മതിയായിരിക്കും. 20 പിക്സൽ പറ്റത്തില്ല. അപ്പോൾ ടോപ്പ് പോർട്ട് 20 പിക്സലും ലെഫ്റ്റ് പോർട്ട് നമുക്കൊരു 30 പിക്സലും കൊടുക്കാം. ഓക്കെ, 30 പിക്സലാകുമ്പോൾ കുറച്ചുകൂടി ഒരു റീഡബിലിറ്റി വരും. അപ്പം ഹെഡറിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്കറിയാം മീഡിയ ക്വയറി എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ അറിയാം അല്ലേ. അപ്പം ഞാനിവിടെ വന്നു, ഐപാഡിന് വേണ്ടിയിട്ട് ഞാൻ അത് കോപ്പി പേസ്റ്റ് ചെയ്തു. ഇനി അതിനകത്ത് ഞാൻ ഹെഡറിൻ്റെ ഞാൻ എന്ത് കൊടുത്തു, പാഡിങ് നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്തതിൻ്റെ കൂട്ട് ടോപ്പ് ബോട്ടം 20 പിക്സലും മറ്റേതൊരു 30 പിക്സലും ഞാൻ പറഞ്ഞു കൊടുത്തു. ഓക്കെ, സേവ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇതിനിടയ്ക്കുള്ള സ്പേസിങ് കൂടി നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. ആങ്കർ ടാഗ് നാവ് ബാറിൻ്റെ A എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ വന്നു, നാവ് ബാറിൻ്റെ A എന്ന് പറയുന്നത്, നാവ് ബാറിൻ്റെ A. ഓക്കെ, ഇവിടെ വന്നിട്ട് ഞാനിവിടെ അത് എഴുതി കൊടുത്തു. അതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മൾ നാവ് ബാറിൻ്റെ ആങ്കർ ടാഗിന് എന്ത് കൊടുത്തു, മാർജിൻ നമ്മളൊരു 0, ഒരു 20 പിക്സലിന് പകരം നമുക്കൊരു 12 പിക്സൽ കൊടുക്കാം. ഓക്കെ, എഴുതി കൊടുത്തു. അതിനുശേഷം ഇവിടെ വരുമ്പോൾ അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വായിക്കാനുള്ളൊരു സ്പേസ് കിട്ടി. ഇനി ഈ ലോഗോയുടെ സൈസ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് കുറച്ച് കൊടുക്കാം. ലോഗോ, അപ്പോൾ ഞാനിവിടെ വന്ന് ലോഗോ സെർച്ച് ചെയ്തു. ഓക്കെ, ലോഗോയുടെ സൈസ് ഞാൻ പറഞ്ഞതിൻ്റെ വീട്ട് ഞാൻ ഹെഡറിനകത്തുള്ള ലോഗോയ്ക്കകത്ത് ഉള്ള ഇമേജ് പ്ലീസ് റിപ്പീറ്റ് വൺസ് അഗെയിൻ. ബിലാലിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, ഒരു മെസ്സേജ് കടന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഞാനൊരു 35 വേണ്ട, ഒരു 45 പിക്സൽ തന്നെ കൊടുത്തു. ഓക്കെ 45 പിക്സൽ കൊടുത്തപ്പം ഓക്കെ ഇത് വന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഞാൻ ഇത്രയും ഇത് ഡീപ്പായിട്ട് പറയാൻ കാരണമുണ്ട്. ഇപ്പം നിങ്ങളിത് കണ്ടോ, മാക്സിമം വിഡ്ത്ത് 767 പിക്സൽ ആയപ്പം ലോഗോയുടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 45 പിക്സലായിരുന്നു അല്ലേ മൊബൈലിൻ്റെത്. ഇനി ടാബ്ലറ്റിന് നമുക്ക് 45 പിക്സലാണ് നമുക്ക് സ്യൂട്ടായിട്ട് വന്നിട്ടുള്ളത്. കാരണം നമ്മൾ നോക്കുമ്പം കണ്ടില്ലേ, ഇതിനും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കോഡിനെ നമുക്ക് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഇല്ല, ഞാൻ പറഞ്ഞ ചോദ്യം മനസ്സിലായോ? ടാബ്ലറ്റിന് 45ആണ്, പിന്നെ മൊബൈലിനും 45ആണ്. അപ്പം എനിക്ക് ഇത്രയും കോഡ് ഇപ്പം ആലോചിക്കുക, 1 2 3 4 5 6 7 8 9 10 11 ലൈൻ വന്നിട്ടുണ്ട്. ഈ 11 ലൈനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും സിമ്പിളായിട്ട്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. വരുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ?
കറക്റ്റ്. പക്ഷേ ഈ ഒരു ലൈനിലാണോ? അറിയില്ല. ഞാൻ പറയട്ടെ. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രിസൈസായിട്ട് നമ്മൾ ടാബ്ലറ്റിന് പറഞ്ഞു കൊടുത്തതാണ്, ഇത് നമ്മൾ മൊബൈലിന് വേണ്ടി പറഞ്ഞു കൊടുത്തതാണ്. ഇപ്പം നമ്മളിവിടെ പ്രിസൈസായിട്ട് ഇനി എന്ത് പറഞ്ഞു കൊടുക്കണ്ട? ടാബ്ലറ്റിന് പറഞ്ഞു കൊടുക്കണ്ട, അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. മനസ്സിലായോ? അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളവിടെ മാക്സ് വിഡ്ത്തായിട്ട് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്ത്, അല്ല, നമ്മളവിടെ മാക്സ് വിഡ്ത്തായിട്ട് നമ്മൾ എത്ര ആയിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്? 991 പിക്സൽ അല്ലേ? അപ്പോൾ അതിവിടെ നമ്മൾ 991 പിക്സലാക്കി മാറ്റിയാൽ മതി. അപ്പോൾ 0 മുതൽ 991 പിക്സലിൽ വരുന്ന എല്ലാ ഡിവൈസിനും വിഡ്ത്ത് എന്തായിരിക്കും? 45 പിക്സലായിരിക്കും. ഇപ്പം നമ്മൾ ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ 0 മുതൽ 991 പിക്സലിനകത്തല്ലേ വരുന്നത്? ഈ 375 എന്ന് പറയുന്നത് 991 പിക്സലിനേക്കാളും ചെറുതല്ലേ? അപ്പോൾ ആ CSS അവിടെ എടുത്തു. ഇനി നമ്മളിവിടെ വരുമ്പം ഈ 991 പിക്സൽ, ഓക്കെ, ഈ 991 പിക്സലിനേക്കാളും ചെറുതല്ലേ 768 പിക്സൽ? അപ്പം അതിനും അതെടുക്കും. മനസ്സിലായോ? 0 മുതൽ 991 പിക്സൽ വരെയുള്ള എല്ലാ ഡിവൈസിനും ഈ ഒരു CSS അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് 991 പിക്സലാണ് അതിൻ്റെ അതിർവരമ്പ്. അപ്പോൾ നമ്മൾ ആ 991 പിക്സലിനെ ഈ ബ്രൗസർ എന്ത് ചെയ്യും? ഇതിൻ്റെ വിഡ്ത്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. 375 പിക്സലാണ്. അപ്പോൾ 375 എന്ന് പറയുന്നത് 0യ്ക്കും 991നും ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ആ CSS ഇവിടെ അപ്ലൈ ആയി. ഇനി നമ്മൾ ഈ ഐഫോണിൻ്റെ തന്നെ നമ്മൾ കുറച്ചുകൂടി വേറൊരു ഡിവൈസ് എടുത്തു. അപ്പം ഇതിൻ്റെ വിഡ്ത്ത് 375 തന്നെയാണ്. ഓക്കെ, ഞാനതിൻ്റെ വേറൊരു വിഡ്ത്ത് എടുക്കാം. പിക്സൽ XL, ഓക്കെ, 400, ഓക്കെ, പിക്സൽ 2XL എടുത്തു. അതിൻ്റെ വിഡ്ത്ത് 411. ഈ 411 എന്ന് പറയുന്നത് 0യ്ക്കും 991നും ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ അവിടെയും CSS അപ്ലൈ ചെയ്തു. ഇനി ഐപാഡിലേക്ക് വന്നു. ഐപാഡിൻ്റെ വിഡ്ത്ത് ഇവിടെ എന്ന് പറയുന്നത് 768. ഈ 768 എന്ന് പറയുന്നത് 0യ്ക്കും 991 പിക്സലിനും ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഒരു എൻഡിങ് പോയിൻറ്റും, അത് 0 മുതൽ എൻഡിങ് പോയിൻറ്റ് 991 വരെ, അല്ലെങ്കിൽ 767 എന്ന് പറയുമ്പോൾ മാക്സ് വിഡ്ത്ത് വരും. ഇനി മാക്സ് വിഡ്ത്തും മിൻ വിഡ്ത്തും വരുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും, നമുക്കൊരു എൻഡിങ് പോയിൻറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി മാക്സ് വിഡ്ത്ത് പറയുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ആ എൻഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. 767 ആണെങ്കിൽ 767, 991 ആണെങ്കിൽ 991. മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മിൻ വിഡ്ത്തും മാക്സ് വിഡ്ത്തും നമ്മൾ കൊടുത്തത് ഇവിടെ കൊടുത്തു. അതായത് നാവ്ബാർ A ഇല്ലേ, നാവ്ബാറിൻ്റെ A ഇല്ലേ, നാവ്ബാറിൻ്റെ Aക്ക് നമുക്കൊരു മാർജിൻ കൂടുതലായിരുന്നു. ആ ഓരോ LI ഐറ്റത്തിനും മാർജിൻ കൂടുതലായിരുന്നു, ഇതിനിടയ്ക്കുള്ള സ്പേസ് കൂടുതലായിരുന്നു. അപ്പം നമ്മളത് ഇവിടെ കുറച്ച് കൊടുത്തു. ഓക്കെ, നമ്മുടെ ഒരു ഗ്രീൻ കളർ കിടപ്പുണ്ട്, അത് എടുത്ത് കളയട്ടെ. ഓക്കെ, ഇനിയിപ്പം നമുക്ക് ഡെസ്ക്ടോപ്പിൻ്റെ ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സാധനം കുറേ മുകളിൽ പോയി നിൽക്കുകയാണ്. അപ്പം നമുക്കിവിടെ ഇതിൻ്റെ ഹൈറ്റ് ഇല്ലേ, ഹീറോയുടെ ഹൈറ്റ് ഇവിടെ എടുക്കുന്നുണ്ടോ? ഹൈറ്റ് 100 VH ആണ്. ഓക്കെ, അപ്പം ഈ ഒരു സാധനത്തിൻ്റെ സൈപ്പർ പേജിനേഷൻ എന്ന് പറയുന്നത്, ഓക്കെ, ഞാനിവിടെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു സൈപ്പർ പേജിനേഷൻ. ഓക്കെ, സൈപ്പർ പേജിനേഷന് ഞാനിവിടെ കണ്ടോ, ഞാൻ ജസ്റ്റ് രാവിലെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് നോക്കിയപ്പോൾ ഞാനിവിടെ ഓൾറെഡി എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും കിടക്കുന്നത് കേട്ടോ. അപ്പോൾ സൈപ്പർ പേജിനേഷന് നമുക്കറിയാം, ഡെസ്ക്ടോപ്പിൽ ബോട്ടം നമ്മൾ 140 കൊടുത്തത്. ഇനി സൈപ്പർ പേജിനേഷൻ നമ്മൾ മൊബൈലിൽ കൊടുത്തത് ഇത്രയാണ്. അപ്പം നമ്മൾ
ഇത് ഇവിടുന്ന് കട്ട് ചെയ്തു, മൊബൈലിൻ്റെ മുകളിൽ കൊണ്ടിട്ടു. അതിനുശേഷം നമ്മൾ സ്വൈപ്പർ പേജിനേഷന് നമ്മൾ ബോട്ടം പറഞ്ഞതിൻ്റെ കൂട്ട് നമുക്കൊരു നോക്കട്ടെ, ഒരു 40 പിക്സൽ കൊടുത്താൽ ശരിയാകുമോ? 40 കൂടുതലാണ്, അപ്പം എന്ത് മതി? ഒരു 20 പിക്സൽ മതി. ഓക്കെ, 20 പിക്സൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ വീണ്ടും നമുക്കൊരു കോഡ് ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഇത്? കണ്ടോ? പക്ഷേ കോഡ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഈ കോഡ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നതെന്ന് മനസ്സിലായോ? കാരണം ഇവിടെ ബോട്ടം 20 പിക്സലാണ്, ഇവിടെയും ബോട്ടം 20 പിക്സലാണ്. പക്ഷേ എനിക്കിവിടെ ഈ കോഡ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടായിരിക്കും? ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം. എന്തായിരിക്കാം? വേറൊരു കുണുക്കിട്ട പണി നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അതെന്താണെന്ന് അറിയാമോ? ഓക്കെ, നിങ്ങൾ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അത് വിട്ടേരെ, തൽക്കാലം ഇങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, ഇനി ഇപ്പം നമുക്ക് ഡെസ്ക്ടോപ്പ് ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഓക്കെ ആണല്ലേ. ഇവിടെ ഓക്കെ, ഇവിടെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ റൈറ്റിലേക്കുള്ള വാല്യൂ നമ്മൾ റൈറ്റ് നമുക്ക് 20 പിക്സലായി കൊടുക്കണം. റൈറ്റാണ് നമ്മൾ കൊടുത്തല്ല, പാഡിങ് റൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് 20 പിക്സലായി കൊടുക്കാം. ഓക്കെ, അപ്പം ഹീറോയുടെ പേജ് സൈറ്റ് നമ്മൾ പാഡിങ് റൈറ്റ് നമ്മൾ 20 പിക്സൽ കൊടുത്തു. പാഡിങ് റൈറ്റ് നമ്മൾ 20 പിക്സൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് ഇവിടെ ഡെസ്ക്ടോപ്പ് അല്ല, ഐപാഡ് ഇവിടെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐപാഡ് പ്രോയിലേക്ക് കിടക്കാം. ഐപാഡ് പ്രോയിൽ വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കണ്ട, ഏകദേശം ഓക്കെയാണ്. പക്ഷേ ഈ ഒരു നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്ത ഗ്രേഡിയൻ്റ് ഇല്ല, അത് ആ ഒരു ഇമേജിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇമേജിൻ്റെ ആ ഒരു ലുക്ക് കുറച്ചൊന്ന് ഹൈഡ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് മൊബൈലിന് വേണ്ടി മാത്രം കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ വന്നു, നമ്മൾ മീഡിയ കൊടുത്തു, മാക്സ് വിഡ്ത്ത് നമുക്കൊരു 767 പിക്സൽ ആണെങ്കിൽ മാത്രം നമുക്ക് ഇത് കൊടുത്താൽ മതി. ഓക്കെ, കാരണം നമുക്ക് ബാക്കിയുള്ള ഡിവൈസിനൊന്നും അതിൻ്റെ ആവശ്യമില്ല, ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഉണ്ട്, ആ ഗ്രേഡിയൻറ്റ് പോയി, ഇപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇതായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെയൊക്കെ സൈസ് കുറച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. വന്നു. ഓക്കെ, ആരെങ്കിലും ഈ മൊബൈൽ വർക്ക് ചെയ്തായിരുന്നു? ആരെങ്കിലും ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, റെസ്പോൺസീവായിട്ട് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ ഇതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം ദിനം ദിനം കുറഞ്ഞു വന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പം ഇനിയിപ്പോൾ സമയത്തിൻ്റെ പ്രശ്നം എല്ലാവർക്കും ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടുപ്പിച്ചിങ്ങനെ ചെയ്തത് കൊണ്ടായിരിക്കാം, എന്താണെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും പിന്നെ ലൈവിൽ വരാത്തൊരു ഒരുപാട് പേര് അല്ലാതെ കാണുന്നുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണുന്നുണ്ട്, അതിലും സന്തോഷം. എന്തായാലും സംശയമുണ്ടോ നമ്മൾ ഇത്രയും ചെയ്തതിനകത്ത്, ഇത്രയും പ്രോപ്പർട്ടികൾ ആഡ് ചെയ്തതിനകത്ത്? കംപ്ലീറ്റ് ഞാൻ ഇവിടെ തന്നെ ഷെയർ ചെയ്ത് തരാമല്ലോ. ഇപ്പോൾ തന്നെ ഫുൾ ഫോൾഡറാണ്. ഓക്കെ, ഞാൻ എന്താണെന്നറിയാം, ഞാൻ ആശിഷ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗിറ്റപ്പിലോട്ടൊന്ന് പുഷ് നോക്കണമെന്ന്. അപ്പോൾ ഞാനത് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒന്നാം സമയത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്യാൻ നോക്കിയപ്പോൾ അതിൻ്റെ അക്കൗണ്ട് എന്തോ ക്രിയേറ്റ് ആവുന്നില്ല. ഓക്കെ, ഓക്കെ, ഞാൻ ഇൻ കേസ് മറന്നു പോവുകയാണെങ്കിലേ എനിക്ക് ഒന്ന് റിമൈൻഡ് ചെയ്തേക്കണം നമ്മുടെ ചാനലിനകത്ത്, ടെലിഗ്രാം ഗ്രൂപ്പിൽ. ഓക്കെ, അത് പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ചൊന്ന് നേരത്തെ നിർത്തുകയാണ്. കാരണം ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇപ്പം വീഡിയോയ്ക്ക് നമ്മൾ പഠിച്ചു, ബാക്കി കാര്യങ്ങളെല്ലാം പഠിച്ചു.
ഇനിയിപ്പം കുറച്ച് ബെസ്റ്റ് പ്രാക്ടീസസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമ്മൾ ഞാനിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും. ഇപ്പോൾ എൻ്റെ അവധിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ഇരുന്നിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഫോൾഡർ സ്ട്രക്ചറാണ് നമ്മളിവിടെ ചെയ്തത് അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു, കണ്ടില്ലേ. നമ്മളിങ്ങനെ CSSഉം JSഉം എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. ഇനി നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഫയല് നമുക്കൊരു മോഡേൺ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ പറയണോ അതോ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഡിസൈൻ വന്നിട്ട് ഇതുപോലെ ചെയ്യണോ? എന്താണ് നിങ്ങളുടെ ഒരു ഉദ്ദേശം? നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടോ? അതായത് ഈ ഒരു സെയിം ഫോൾഡർ സ്ട്രക്ചർ വെച്ചിട്ടല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ആണെങ്കിൽ 2-3 ഡിസൈൻ അങ്ങനെ ഒന്ന് കൺവേർട്ട് ചെയ്യുന്ന രീതിയിൽ പഠിച്ചിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകാം അല്ലേ? കാരണം വേറെ ഓക്കെ കാരണം ഈ style.css മാറ്റിയിട്ട്, കാരണം ഞാൻ എന്നും ചെയ്യുന്നത് SCSS വെച്ചാണ്. ഓക്കെ, CSS അതെന്താ സംഭവം എന്ന് വെച്ചാൽ അത് കുറച്ച് അധികം കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി സംഭവം നമ്മൾ CSS തന്നെയാണ് എഴുതേണ്ടത്. പക്ഷേ ഈ style.css എന്നായിരിക്കത്തില്ല ഈ ഒരു ഫയലിൻ്റെ പേര്, SCSS എന്നൊക്കെ ആയിരിക്കും. എന്നിട്ട് നമ്മൾ SCSSനകത്ത് എഴുതി കൊടുത്തിട്ട് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് CSS ആക്കും. കാരണം ബ്രൗസറിന് CSS മാത്രമേ വായിക്കാൻ അറിയാവുള്ളൂ, SCSS വായിക്കാൻ അറിയത്തില്ല. മനസ്സിലായോ? സാസ് ഉണ്ട്, ലെസ് ഉണ്ട്, SCSS ഉണ്ട്, SCSS. SCSSും സാസും ഏകദേശം ഒന്ന് തന്നെയാണ്, സെയിം കൺസെപ്റ്റാണ്. കുറച്ച് ഈ വേരിയബിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇപ്പം സാസ് വെച്ചിട്ട് ചെയ്യുമ്പം അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഈ കളർ കണ്ടോ, ഈ കളർ നമ്മൾ ഇവിടെ യൂസ് ചെയ്തു, ഇവിടെ യൂസ് ചെയ്തു. ഇപ്പം ഇതാണ് ഒരു പ്രൈമറി കളറ്, ഈ റെഡ് എന്നുള്ളത് അല്ലേ. അപ്പം നമ്മളിപ്പം HTML നമുക്ക് CSSൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൂട്ടിന് എഴുതി കൊടുക്കാൻ പറ്റും. നമ്മൾ വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് പ്രൈമറി കളർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പം നമുക്ക് സാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ SCSS ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയബിൾ റൂട്ടിന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിങ്ങനെ ജസ്റ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പ്രൈമറി കളർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഇപ്പം നമ്മൾ ആ റെഡ് എന്നാണെങ്കിൽ റെഡ് ആ കളർ കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ വന്നിട്ട് എന്ത് കൊടുക്കും? കളർ എന്ന് പറയുന്നത് നമ്മൾ ആ പ്രൈമറി കളർ എന്നും പറഞ്ഞ് വിളിച്ചു കൊടുക്കും. മനസ്സിലായോ? അതായത് എവിടെയൊക്കെ നമ്മൾ ആ റെഡ് ഉപയോഗിക്കുന്നോ അവിടെ എല്ലാം പോയിട്ട് നമ്മൾ ഈ പ്രൈമറി കളറിനെ ഉപയോഗിക്കുള്ളൂ. ഓക്കെ, അതൊരു ഗുണം. ഇനി നാളെ ക്ലയൻറ്റ് വന്നിട്ട് പറയുകയാണ് എനിക്കിവിടെ റെഡ് വേണ്ട, എനിക്കിവിടെ ഗ്രീൻ കളർ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ഒരു CSS ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടവും പോയിട്ട് എന്ത് ചെയ്യണം? ആ ഒരു കളർ മാറ്റാനായിട്ട് നിൽക്കണം. പക്ഷേ ഇവിടെ നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ആ വേരിയബിളിൻ്റെ അവിടെ വന്നിട്ട് ഇത് മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുക? ഗ്രീൻ ആയി കൊടുക്കുക. അപ്പോൾ എവിടെയൊക്കെ ഈ വേരിയബിൾ ഉണ്ടോ അവിടെ എല്ലാം അത് സേവ് ആയിക്കോളും. മനസ്സിലായോ? അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. പിന്നെ കുറേ അധികം കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റും, CSS വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ സാധാരണ HTMLഉം ഞാൻ എഴുതാറില്ല, അതും ഇതിനകത്തൊരു സംഭവമാണ്. ഞാൻ പഗ്ഗാണ് എഴുതുന്നത്. HTML ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാറേ ഇല്ല. ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ പഗ്ഗാണ് യൂസ് ചെയ്യുന്നത്. പഗ് ആർക്കെങ്കിലും അറിയാവോ? പഗ്ഗെന്ന് വെച്ചാൽ ഇപ്പം അപ്പോൾ അതെ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ഞാൻ വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഈ 1000 സബ്സ്ക്രൈബർ ആയപ്പോഴത്തേക്ക് ഒരു ചോരത്തിളപ്പ് വരുമല്ലോ. ആ ചോരത്തിളപ്പ് വന്നപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒന്ന് ലൈവൊക്കെ പോകണം. കാരണം എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക് ലൈവ് വരാനും എടുക്കാനും ഒക്കെ ആയിട്ട്. പക്ഷേ 1000 സബ്സ്ക്രൈബർ ആയപ്പോഴത്തേക്ക് കുറച്ചുകൂടി സപ്പോർട്ട് വേണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോഴാണ് ഞാൻ ലൈവിൽ വന്നിട്ടെന്നാൽ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ആക്ച്വലി ഈ 5 ദിവസം, ഇപ്പോൾ ദുബായിൽ 5 ദിവസം അവധിയാന്ന് പറഞ്ഞല്ലോ, ഈ 5 ദിവസം ഞാൻ 5 വീഡിയോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ആഫ്റ്റർ, ബിഫോർ, പഗ്, SCSS, പിന്നെ നേരത്തെ ഞാൻ ചെയ്ത് നിർത്തിയ ഇൻ്റർസെക്ഷൻ ഒബ്സർവറിൻ്റെ ഒരു കിടിലൻ ഒരു എക്സാമ്പിൾ കൂടി എനിക്ക് കാണിക്കാനുണ്ട്. അതെല്ലാം ചെയ്യണമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ അതിനിടയ്ക്ക് ലൈവിൽ വന്നിട്ട് നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് അതങ്ങ് പറയാമെന്ന് വെച്ചു. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് പഗ്ഗെന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൻ്റെ പഗ്ഗും ബ്രൗസറിന് വായിക്കാൻ അറിയത്തില്ല. പഗ് HTMLഉം CSS മാത്രമേ ഈ ബ്രൗസറിന് റീഡ് ചെയ്യാൻ അറിയത്തുള്ളൂ.
പക്ഷേ ഈ എന്തിനാണ് പഗ് അല്ലെങ്കിൽ എന്തിനാണ് SSES എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സിൻ്റെ ലൈഫ് കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോൾ നമ്മളിവിടെ ഇപ്പം നമുക്കൊരു ഡിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കണ്ടെയ്നർ എന്നും പറഞ്ഞു കൊടുക്കും. അതിന് ശേഷം നമ്മളിവിടെ റോ എന്നും പറഞ്ഞു കൊടുക്കും. അതിന് ശേഷം നമ്മളിവിടെ കോൾ SMLG എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ. പക്ഷെ നമ്മളിവിടെ ഒന്നാലോചിച്ച് നോക്കി, ഈ ഒരു ഷോർട്ട് കട്ട് അറിയാത്തവർ എന്ത് ചെയ്യും? ഈ ഒരു ഷോർട്ട് കട്ട് ഇപ്പോൾ ഞാനിപ്പോൾ കോള് ആ ഒരു ഡോട്ട് കൊടുത്ത് ആ ഒരു ക്ലാസ് നെയിം കൊടുത്തിട്ട് ഞാൻ ടാബ് കൊടുക്കുമ്പോൾ അവിടെ ക്ലാസ് വന്നു. പക്ഷേ ഈ ഒരു ഷോർട്ട് കട്ട് അറിയാത്തവർ എങ്ങനെയായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ വന്നിട്ട് ഇത് ഓപ്പൺ ചെയ്യും. ഇവിടെ വന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യും. അതിന് ശേഷം ഇങ്ങനെ എഴുതി കൊടുക്കും, ഡിവ് ക്ലാസ് ഈസ് ഈക്വൽ ടു കണ്ടെയ്നർ എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും. പിന്നെ അത് ക്ലോസ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ നമ്മൾ പഗ്ഗിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്കൊരു കണ്ടെയ്നർ വേണം, ഞാൻ ഇത്രയും മാത്രമേ എഴുതത്തുള്ളൂ, ഇത്രയേ ഉള്ളൂ പഗ്. ഇത് കണ്ടെയ്നറായി. ഇനി എനിക്ക് അതിനകത്തൊരു റോ വേണം, അതിനകത്താണ് റോ വേണ്ടതെങ്കിൽ ഞാൻ വീണ്ടും ഒരു ടാബ് കൊടുത്തതിന് ശേഷം ഞാൻ റോ കൊടുത്തു. മനസ്സിലായോ? HTML കണ്ടോ ഇങ്ങനെ എഴുതി. ഇനി അതിനകത്ത് എനിക്കൊരു 3 കോളസം വേണം, ബൂട്ട് സ്ട്രാപ്പിൻ്റെ ക്ലാസ്. അപ്പോൾ ഞാൻ കോളസം 4 കൊടുത്തു. ഓക്കെ, അതിന് ശേഷം ഞാൻ കോളം കൊടുത്തു. കണ്ടോ, ഇതാണ് പഗ്. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഞങ്ങൾ എഴുതത്തുള്ളൂ. ഞങ്ങൾ ഇതിനകത്ത് വേറെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഡിവ് ഓപ്പൺ ചെയ്യുക, ഡിവ് ക്ലോസ് ചെയ്യുക, ഇമാതിരി സംഭവങ്ങളൊന്നുമില്ല ഇതിനകത്ത്. ഇനിയിപ്പോൾ ഇതിനകത്തുള്ള കണ്ടൻറ്റ്, ഇതിനകത്ത് ഇപ്പോൾ ഒരു പാരഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടാബില്ലേ, ഈ ടാബാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അത് വെച്ചിട്ടാണ് ഈ പഗ്ഗിൻ്റെ കമ്പൈലർ അതിനെ കമ്പൈൽ ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പം ഒറ്റ ലെവലിൽ എഴുതുകയാണെങ്കിൽ അത് 3 ക്ലാസ്. ഇനിയിപ്പം കോളസമിനകത്താണ് നമുക്ക് P ടാഗ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ P കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട ടെക്സ്റ്റുകൾ എഴുതി കൊടുക്കുക. ഇനി ഈ കോളസം 4-നകത്ത് എനിക്കൊരു ബട്ടണാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ Aയ്ക്കകത്ത് നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതി കൊടുക്കണം. അതായത് href ഈസ് ഈക്വൽ ടു ഇങ്ങനെയൊക്കെ എഴുതി. ഇതാണ് അതിൻ്റെ പഗ്. ഒരു ആങ്കർ ടാഗ് വിളിക്കുന്നതിൻ്റെ സിൻറ്റാക്സ് ഇങ്ങനെയാണ്. ഇനി അതിനകത്ത് നമ്മൾ CTA, അപ്പോൾ നമുക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ CTA ഹൈഫൺ ബട്ടൺ എന്ന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം സ്പേസ് ഇട്ടിട്ട് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പഗ്ഗൂടൊക്കെ പഠിച്ച് വെക്കുകയാണെങ്കിൽ ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നവർക്ക്, എല്ലാ കമ്പനിയും ഇത് ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പം വേറെ സെബിൻ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്താലോ? എനിക്ക് വേറെ കുറച്ച് പണികളൂടെ തീർക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വെള്ളിയാഴ്ച കാണാം കേട്ടോ. അതാ ഞാനിപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് നടക്കാനായിട്ട് പോവും. അപ്പം അല്ല, അതാ ഞാൻ പറഞ്ഞത്, മറ്റേ നമ്മുടെ ടെലിഗ്രാമിൽ ജസ്റ്റ് ഒന്ന് ഇട്ടാൽ മതി, ഒന്ന് റിമൈൻഡ് ചെയ്താൽ നാളെ ഇട്ടിരുന്നാൽ മതി. അപ്പം ഞാനത് ഇത് ചെയ്തിട്ട് ഇട്ടുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പം വന്നതിലും പങ്കെടുത്തതിലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. അപ്പോൾ നമ്മുടെ ലൈവ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ലൈവിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ, യൂട്യൂബ് ലൈവിൽ വന്നവർക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പം ഞാൻ നിർത്താൻ പോവാണ്. അപ്പം ഇപ്പോൾ ആരെല്ലാം ആക്റ്റീവായിട്ട് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തെങ്കിലും സംശയമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് ക്ലിപ്പ് ടെക്സ്റ്റ്. മിഥുൻ. ഓക്കെ.